കണ്ണുറന്ന് നോക്കുന്നു. കാണാം. ആ കാണാം കാണാം. എനിക്ക് കാണുന്നില്ലടാ. നീ ഏതാ എടുത്തു വെച്ചോണ്ടിരിക്കുന്നത്? പ്രസന്റേഷൻ മാധവസ് നായർ. എനിക്ക് ബ്ലാക്ക് സ്ക്രീൻ. എനിക്ക് ഞാനൊന്ന് കട്ടായിട്ട് കഴിഞ്ഞു. എനിക്ക് കാണാൻ എനിക്കും കാണാൻ. അതിൻ്റെ അകത്തിരുന്ന് സംസാരിക്കും. ഒന്ന് പറഞ്ഞു. അതെ ഇത് കണ്ടോ? ആ ഇപ്പൊ നമുക്ക് ലെഫ്റ്റ് മോസ്റ്റ് ഇതാണ് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്ഷൻസ്. ഇതില് ഈ രണ്ട് സാധനം കണ്ട, E+Eയും E*Eയും. അപ്പൊ ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് രണ്ട് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഉണ്ടെന്ന് കാണിക്കാം, രണ്ട് റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഉണ്ടെന്ന് കാണിക്കാം, രണ്ട് ബാസ്റ്ററി ഉണ്ടെന്ന് കാണിക്കാം. മീൻസ് ഇപ്പൊ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം E+E എന്ന് എഴുതി, ഇതിനകത്ത് ഒരു പ്രൊഡക്ഷൻ എടുത്ത് എഴുതി. എന്നിട്ട് ഇതാണ് നമ്മുടെ സ്ട്രിങ് ID + ID*ID. ഈ ഒരു സ്ട്രിങ് നമ്മൾ ഇത് ഡിറൈവ് ചെയ്ത് എത്തണം. അപ്പം E+E എന്ന് ആദ്യം എഴുതി. ഇനി നമുക്ക് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഈ ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും ഇതിനകത്തുനിന്ന് മാറ്റാൻ പറ്റുമെങ്കിൽ അത് മാറ്റണം. അങ്ങനെ ചെയ്ത് പോകണം. ഇപ്പൊ E+E വന്ന് നമ്മുടെ ഇതിനകത്ത് ID + ID*ID അല്ലേ? അപ്പൊ ഇതിൽ ഈക്ക് ID ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പൊ ID+E എന്ന് പറഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പോർഷൻ കിട്ടാനുണ്ട്. അപ്പൊ ഈ ഒരു പോർഷൻ കിട്ടാനായിട്ട് ഈക്ക് ഈ സാധനം ഇട്ട് കൊടുത്താൽ മതി, E*E എന്നും പറഞ്ഞു. അപ്പൊ അത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു അടുത്തതിനകത്ത്. ഇനി അടുത്ത സ്റ്റെപ്പ് വന്നപ്പോഴത്തേക്കും ID ഓൾറെഡി ഉണ്ട്, ഈക്ക് നമ്മൾ ID സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കാരണം ലെഫ്റ്റ് മോസ്റ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് പോകേണ്ടത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. പിന്നെ അടുത്ത ഇത് വന്നപ്പം ലെഫ്റ്റിലോട്ട് പിന്നെ ഇട്ട് ഈക്ക് ID ഇട്ട് കൊടുത്തു. അങ്ങനെ ഒരേ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ നമുക്ക് സെറ്റായി. ഇനി അടുത്തെന്ന് പറയുന്നത് ഇപ്പൊ എന്താ E*E. ഇവിടെ E*E ഇട്ട് അടുത്ത ഒരു ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ നോക്ക്, E*E ഇട്ട്. നേരത്തെ E+E ഇട്ടത്, ഇപ്പൊ E*E രണ്ടാമത്തെ ഇവിടെ E*E ഇട്ട്. അപ്പൊ E*E ഇട്ടപ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ID ഇട്ട് കൊടുക്കാൻ പറ്റുമോ അടുത്ത സ്റ്റെപ്പില്? ഇല്ല. ID ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് സ്റ്റാറാന്ന് വിചാരിച്ചു. ഈക്ക് വരെ നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ ഇട്ട് കൊടുക്കും, E+E. അപ്പൊ E+E*E എന്ന് കിട്ടും. എന്നിട്ട് ബാക്കി ഓരോ ഈക്കും ID ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇതേ സ്ട്രിങ് തന്നെ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ രണ്ട് പ്രൊഡക്ഷൻ യൂസ് ചെയ്ത് കിട്ടി. ഒന്നിൽ കൂടുതൽ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഉണ്ട് അതിന്. അപ്പൊ അതൊരു അംബിഗ്വസ് ലാംഗ്വേജാണ്. ഇതേപോലെ തന്നെ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഇപ്പൊ E+E ആ ഡെറിവേഷൻ നമ്മൾ മറ്റേതിനകത്ത് ഈക്കായിരുന്നു ആദ്യം ഇട്ട് കൊടുത്തത്. പക്ഷെ ഇവിടെ റൈറ്റ് മോസ്റ്റ് റൈറ്റ് സൈഡിലെ ഈക്കാണ് ആദ്യം പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യാൻ. അപ്പൊ ഈക്ക് നമ്മൾ E*E കൊടുത്ത്, എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഈ അറ്റത്ത് ഈക്ക് ID, പിന്നെ ഈക്ക് ID എടുത്തപ്പോ ID + ID*ID കിട്ടി. അതേപോലെ ഇതിന് സ്റ്റാർ ഇട്ട് കൊടുക്കുമ്പോൾ ഇതേപോലെ അവസാനം പ്രൊഡക്ഷൻ കിട്ടും. ഒന്നിൽ കൂടുതൽ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഉണ്ട് ഇതിന്. അപ്പം പറയാൻ പറ്റുമോ അത് അംബിഗ്വസ്? ഏതെങ്കിലും ഒരെണ്ണം മതി, ഏതെങ്കിലും ഒന്നിൽ കൂടുതൽ ലെഫ്റ്റ് റൈറ്റ് മോസ്റ്റിൽ E*E വരുമ്പോ എങ്ങനെയായിരുന്നു? E*E വരുമ്പോഴത്തേക്കും ID + ID*ID അല്ലേ? അപ്പൊ നീ ആദ്യം ഏറ്റവും റൈറ്റിലത്തെ ഈക്ക് ID ഇട്ട് കൊടുക്കണം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് വരുമ്പം ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഈക്ക് E+E ഇട്ട് കൊടുക്കണം. എന്നിട്ട് ID കിട്ടും. അതേപോലെ ഇപ്പൊ പാസ്ട്രി ആണ് ചോദിച്ചത്. പാസ്ട്രി ആദ്യം നമ്മുടെ സ്റ്റാർട്ടിങ് ഇതെന്ന് പറയുന്നത് ഈക്ക് നമ്മൾ അതേപോലെ തന്നെ E+E എന്ന് പറഞ്ഞ ആ പ്രൊഡക്ഷൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ അടുത്ത ഇതില് ഈക്ക് നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ഇത് ചെയ്യുന്ന അടുത്ത ഈക്ക് എന്ന് പറയുമ്പോൾ ID ഇട്ട് കൊടുത്തു. നമ്മുടെ ഇതെന്ന് പറയുന്നത് ID + ID*ID എന്നാണ്. അപ്പൊ E+E നമ്മുടെ ഓൾറെഡി ഉണ്ട്. E+E നമ്മൾ പ്രൊഡക്ഷൻ എഴുതി. E implies
ഇ പ്ലസ് ഇ നമ്മൾ അങ്ങോട്ട് താഴത്തോട്ട് വരച്ച്, എന്നിട്ട് ഈ ഇക്ക് ഐ ഡി ഇട്ട് കൊടുക്കും. മനസ്സിലായോ? മനസ്സിലായി. എന്നിട്ട് ഇവിടെ പ്ലസ്, ഇനി അടുത്ത ഇക്ക് നമ്മൾ ചെയ്തില്ല, ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്തില്ലേ ഈ സാധനം. ഈ സാധനം തന്നെ ഇവിടെ വരച്ചാൽ മതി. ഈ ഇക്ക് ഇ സ്റ്റാർ ഇന്ന് കൊടുത്ത്, പിന്നെ ഈ ഇക്ക് ഐ ഡി, ഇനും ഐ ഡി ഇട്ട് കൊടുത്ത്. ഇത് നോക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി കണ്ടോ, അങ്ങനെ നമുക്ക് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഒന്നും കിട്ടി. അടുത്ത റൈറ്റ് മോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇതേപോലെ ഇട്ട് കൊടുക്കുക, നമുക്ക് കിട്ടും. ഇതെന്ന് പറയുമ്പോൾ പാസ്റ്റ് ഒന്നിൽ കൂടുതലുണ്ട്. ഇതാണ് സംഭവം. ഇത് കണ്ട അംബിഗ്വസ് ഈ സാധനം നോക്ക്. ഇ പ്ലസ് ഇ ഇട്ട് കൊടുത്ത് ഐ ഡി പ്ലസ് ഇ, പിന്നെ ഐ ഡി പ്ലസ് ഇ സ്റ്റാർ ഇ, ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഇ. ഈ സാധനം ഇവിടെ ഇ സ്റ്റാർ ഇ വെച്ച് തുടങ്ങിയ, എന്നിട്ട് ഇ പ്ലസ് ഇ സ്റ്റാർ ഇ ഐ ഡി ആ സംഭവം. അപ്പൊ ഇങ്ങനെ നമുക്ക് അംബിഗ്വസ്, എന്നിട്ട് ഈ ലാംഗ്വേജ് അംബിഗ്വസ് ആണെന്ന് ചെക്ക് ചെയ്യും. ASBSും BSAS മാറി എസ് ഇംപ്ലൈസ്. ഒരു സ്ട്രിങ് ഇതിനകത്ത് നിങ്ങൾ ഫോം ചെയ്യും, ഏതെങ്കിലും ഒരു സ്ട്രിങ് കണ്ടുപിടിക്കും. ആദ്യം ASBS എടുത്ത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തുവാ അതിൻ്റെ അകത്ത് എസ്സിന് ലെഫ്റ്റ് മോസ്റ്റ് അല്ല ആദ്യം ചെയ്യുന്നത്. അല്ല, ആദ്യം നമ്മൾ ഇൻപുട്ട് സ്ട്രിങ് കണ്ടുപിടിക്കണം ഇതിനകത്ത്. കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏതെങ്കിലും പറഞ്ഞു കൊടുത്താൽ മതി. അല്ല, ഞാനിപ്പോ ASBS ആണ് അയച്ചു എടുത്തത്. ആയിട്ട് എന്റെ എന്നുവെച്ചാൽ ഇട്ട് കൊടുക്കുമല്ല, ഒരു സ്ട്രിങ് കണ്ടുപിടിക്കാൻ വേണ്ടി. എന്നിട്ട് ഞാൻ ഈ BSAS കണ്ടു, ഇത് ഇവിടുത്തെ എസ്സിന് ഇട്ട് കൊടുത്ത്, എന്നിട്ട് ബാക്കി എസ്സിന് എപ്സിലോൺ ഇട്ട് കൊടുക്കുമ്പോ എനിക്ക് AB അതൊരു ഇൻപുട്ട് സ്ട്രിങ് ആയിട്ട് എടുത്തിട്ടുണ്ട് നമ്മള്. ഈ സാധനം പോലെ ഈ ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി ഇല്ലേ, അതുപോലെ ഒരു ഇൻപുട്ട് സ്ട്രിങ് നമ്മൾ കണ്ടുപിടിച്ചതാണ് AB എന്ന്. ഇനി അടുത്ത ഈ എസ് ഇംപ്ലൈസ് ഓരോ പ്രൊഡക്ഷൻ ഇല്ലേ, അത് ഇട്ട് കൊടുത്ത് നമ്മൾ കണ്ടുപിടിക്കണം അംബിഗ്വസ് ആണോ എന്ന് വെച്ചാൽ അവസാനം AB കിട്ടാം. ഇതിപ്പോ എന്തോ ചെയ്യുന്ന വെച്ചാൽ ഇതിനകത്ത് ASBS കണ്ടോ, ഈ ASBSന്റെ ഈ എസ്സിന് ആദ്യം എപ്സിലോൺ ഇട്ട് കൊടുത്തു, അപ്പൊ ABS നീട്ടി. ഇനി അടുത്ത ഈ അറ്റത്തെ എസ് കണ്ടോ, നമുക്ക് AB കിട്ടണ്ട. ഈ അറ്റത്തെ എസ്സിന് ASBS ഇട്ട് കൊടുത്തിട്ട് എസ്സിന് എപ്സിലോൺ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ AB നീട്ടി. ഇനി അടുത്ത ASBS എന്നപ്പോ ഈ എസ്സിന് ആദ്യം നമ്മൾ BSAS ഇട്ട് കൊടുത്തു, എന്നിട്ട് ബാക്കി എസ്സിനെല്ലാം എപ്സിലോൺ ഇട്ട് കൊടുത്താൽ നമുക്ക് AB നീട്ടി. അപ്പൊ നമുക്ക് ഒന്നിൽ കൂടുതൽ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ കിട്ടി. അപ്പൊ ഇത് അംബിഗ്വസ് ആണ്. ഇനി അടുത്ത ലെഫ്റ്റ് റിക്കർഷൻ എന്ന് പറഞ്ഞ സാധനം. ഇതിപ്പോ ഇതൊരു പ്രൊഡക്ഷൻ ആണെന്ന് ചോദിച്ചു. ഈ സാധനത്തിന് ആൽഫ എന്ന് പറയും. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ലെഫ്റ്റ് റിക്കർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ സാധനവും ഈ ആരോ കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് അതേ സിമ്പിൾ നോൺ ടെർമിനലാ വരുന്നെങ്കിൽ അത് ലെഫ്റ്റ് റിക്കർസീവ് എന്ന് വെച്ചാൽ ഇത് ലൂപ്പ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഇതിനകത്ത് എത്ര ഇട്ട് കൊടുത്താലും ഇതേ സാധനം തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് അണ്ടു ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യം നമ്മുടെ ഈ ഒരു സംഭവം നിരയിച്ചോ, ഈ ഒരു പ്ലസ് ടി കണ്ടോ, ഇത്രയും ഭാഗത്തിന് ആൽഫ എന്ന് പറയും. ഈ ഒരു സംഭവത്തിന്റെ അപ്പുറത്തുള്ളതിനെ ബീറ്റ എന്ന് പറയും. അപ്പൊ നമ്മൾ ഈ സംഭവം എഴുതുമ്പോഴത്തേക്കും ഇത് എഴുതുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പം ഇത് എ ആന്ന് വിചാരിച്ചോ നമ്മുടെ സിമ്പല്. അപ്പൊ A ഇംപ്ലൈസ് ബീറ്റ A ഡാഷ്, അത് എഴുതിയെടുത്തോ വേണേ. ഈ സംഭവം കണ്ടോ, ഇത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. A ഇംപ്ലൈസ് ബീറ്റ A ഡാഷും A ഡാഷ് ഇംപ്ലൈസ് ആൽഫ A ഡാഷ് ബാർ എപ്സിലോൺ. ഇതിന്റെ ലെഫ്റ്റ് റിക്കർഷൻ മാറ്റാനുള്ള സംഭവം. അപ്പൊ ഇതിനകത്തുനിന്ന് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ A എന്ന് പറയുന്നത് E ആ. അപ്പൊ E ഇംപ്ലൈസ് ഇതിനകത്തെ ബീറ്റ ഏതാ, T E ഡാഷ്. അടുത്ത E ഡാഷ് എന്ന് പറയുന്നത് ആൽഫ A ഡാഷ് ആണ്.
ഇതിനകത്ത് എ എന്ന് പറഞ്ഞ ഇ. അപ്പം ആൽഫ എന്തോ ഇതിനകത്ത്? ടി. ആൽഫ ടി ആണോ? അല്ല അല്ല അതെ ആൽഫ. അതെ ആൽഫ പ്ലസ് ടി. പ്ലസ് ടി. അപ്പൊ നമ്മൾ പ്ലസ് ടി ഇ ഡാഷ് എന്ന് എഴുതും. ആറ് എഫ്സിലോൺ. അതേപോലെ ഇതൊന്ന് കണ്ടുപിടിച്ച് ടീന്റെ ഇതൊന്ന് കണ്ടുപിടിച്ച് എങ്ങനെയാണ്? എന്ത് ടി ടെൻസ് ടു അല്ല എ ടെൻസ് ടു ബീറ്റ എ ഡാഷിന്റെ ഇക്വേഷന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്? അല്ലടാ എടാ, ആ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിക്കുന്നത്. ഇനി എന്തുവാ എ ഡാഷ് ടെൻസ് ടു ആൽഫ എ ഡാഷ് ബൈ എപ്സിലോൺ, ആ ഇക്വേഷൻ ആണോ കണ്ടുപിടിക്കേണ്ടത്? അല്ല, അത് നമ്മൾ കണ്ടുപിടിച്ചല്ലോ, അതാണ് ഇത്. അപ്പൊ ഇനി എന്നാ കണ്ടുപിടിക്കേണ്ടത്? ഇനി അടുത്ത ഈ ഒരു ലെഫ്റ്റ് റിക്കർസീവ് മാത്രമല്ലല്ലോ, ഇത് ലെഫ്റ്റ് റിക്കർസീവ് ആണോ? അത് ആണ്. അപ്പൊ അതിന്റെ ലെഫ്റ്റ് റിക്കർഷൻ മാറ്റി എഴുത്. ഇതെന്ന് പറഞ്ഞ ഇപ്പൊ ലെഫ്റ്റ് റിക്കർഷൻ മാറ്റി എഴുതിയിരിക്കുക. അപ്പൊ ഇതിന്റെ ടീന്റെയും ഇതേപോലെ തന്നെ ലെഫ്റ്റ് റിക്കർഷൻ മാറ്റി എഴുതും. ലെഫ്റ്റ് റിക്കർഷൻ ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് മറ്റേ ആ ഇക്വേഷൻ വെച്ചിട്ടല്ലേ നോക്കുന്നത്? എ ടെൻസ് ടു എ പ്ലസ് ആൽഫ ബൈ ബീറ്റ എന്നുള്ള ഫോമിൽ കിടക്കുവാണെങ്കിലല്ലേ ലെഫ്റ്റ് റിക്കർഷൻ എന്ന് പറയുന്നത്? അല്ലല്ലോ സച്ചിൻ, നിനക്ക് മനസ്സിലായോ? എടാ, ലെഫ്റ്റ് റിക്കർഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സിമ്പിൾ കണ്ടോ? ഈ സിമ്പിളും ഈ ആരോ കഴിഞ്ഞ് തൊട്ടടുത്ത് പെട്ടെന്ന് ഇതേ സിമ്പിൾ തന്നെയാ വരുന്നെങ്കിൽ, സെയിം സിമ്പിളാ വരുന്നെങ്കിൽ അത് ലെഫ്റ്റ് റിക്കർസീവ് ആണ്. എ ടെൻസ് ടു എ ആൽഫ ബൈ ബീറ്റ എന്നുള്ള ഫോം ആ ഫോമിലാണെങ്കിൽ അത് ലെഫ്റ്റ് റിക്കർസീവ് ആണ്. ഓക്കെ. അത് ഓർത്തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ചെറിയ ഇതാണ് ഇത് ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അതിന് അടുത്ത് ലെഫ്റ്റ് റിക്കർഷൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഈ സാധനം, എ ഇംപ്ലൈസ് ബീറ്റ എ ഡാഷ്. അത് അങ്ങനെയാണ് നമ്മൾ ലെഫ്റ്റ് റിക്കർഷൻ മാറ്റിയതോ ഈ സംഭവം കണ്ടുപിടിച്ചത്. ഇനി അടുത്ത ഈ ടീഡ് നോക്ക്. ടീ ലെഫ്റ്റ് റിക്കർഷൻ ആണോ സച്ചിൻ? അതെ. അപ്പൊ അതിന്റെ സംഭവം കണ്ടുപിടിക്കാം. ഇതുപോലെ കിട്ടിയായിരുന്നു. ഇതിൽ എഫ് ലെഫ്റ്റ് റിക്കർസീവ് ആണ്. എഫ് എവിടെ? അല്ല, അതെന്തുകൊണ്ട്? അതിന്റെ അപ്പുറത്ത് ഈ അല്ലേ പെട്ടെന്നൊരു ഇതാ വന്നിരിക്കുന്നത്, നോൺ ടെർമിനല് അല്ല ടെർമിനല് എന്താ? ഈ ആരോ കഴിഞ്ഞ് ഒരു ടെർമിനലാ വരുന്നെങ്കിൽ അത് ലെഫ്റ്റ് റിക്കർസീവ് അല്ലേ? ഇപ്പൊ ഈ സ്ഥാനത്ത് എഫ് ആയിരുന്നെങ്കിലേ അതിലിപ്പോ ഇതൊരു എഫ് ആയിരുന്നെങ്കിൽ ഇത് ലെഫ്റ്റ് റിക്കർസീവ് അല്ല. കാരണം ഈ ആരോ കഴിഞ്ഞ് ഉടനെ വന്നിരിക്കുന്ന എഫ് അല്ല, ഒരു നോൺ ടെർമിനൽ, ഒരു ടെർമിനലാ. ബ്രാക്കറ്റ് ഒക്കെ കൂട്ടും. ബ്രാക്കറ്റ് ഒക്കെ ടെർമിനലായിട്ടാ കൂട്ടുന്നത്. ബ്രാക്കറ്റ് ടെർമിനൽ, നോൺ ടെർമിനൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ ആണ് സാധനമല്ലേ? എടാ, അത് കണ്ടുപിടിക്കുന്ന സംഭവം പെട്ടെന്ന്. എടാ, അത് ഇങ്ങനെ എഴുതണം നീ. ഇവിടെ നോൺ എന്നും ഇവിടെ ടെർമിനൽ. അപ്പൊ ഈ സംഭവം കണ്ടോ, ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഇതെപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെക്കണം. അപ്പൊ ഇത് നോൺ ടെർമിനൽ. അപ്പൊ ബാക്കി വരുന്ന സാധനമൊക്കെ ടെർമിനൽ. അങ്ങനെ ഓർത്താൽ മതി. ഇപ്പൊ ഇത് സെറ്റായി, ലെഫ്റ്റ് റിക്കർഷൻ മനസ്സിലായി. ഇനി അടുത്തെന്ന് പറയുന്നത് ലെഫ്റ്റ് ഫാക്ടറിങ് ആണ്. ലെഫ്റ്റ് ഫാക്ടറിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു ഫോമാ, ആൽഫ ബീറ്റ 1 ആൽഫ ബീറ്റ 2 എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഇതിപ്പം എസ് ഇംപ്ലൈസ് IETS IETS ആണെന്ന് വിചാരിച്ചോ. ഇതിപ്പോ എന്താ ഇത്രയും ഭാഗം കണ്ടോ, ഇതൊരു ആൽഫ ആക്കി എടുക്കാതെ നമുക്ക്. ഇത് കോമൺ അല്ലേ ഇവിടെ? IETS ഇത്രയും ഭാഗം കോമൺ ആണ് കണ്ടോ? അപ്പം ഇത് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഇതുണ്ട്, ആൽഫ എ ഡാഷ് എന്ന് എഴുതിയാൽ മതി. എന്നുവെച്ചാൽ ഈ കോമൺ ആയിട്ടുള്ള സാധനം എഴുതി എടുത്തിട്ട് ആ സിമ്പലിന്റെ എസ് ഡാഷ് ഇട്ട് കൊടുക്കണം, ഇതിന്റെ എസ് ഡാഷ്. അപ്പം ഇത്രയും ഇതുമായി ഈ ഒരു എ കണ്ടോ, എ ഇട്ട് കൊടുക്കണം ഇവിടെ. എന്നിട്ട് ഇനി നേരത്തെ എ ഡാഷ് കണ്ടുപിടിച്ച പോലെ ഇവിടെ എസ് ഡാഷ് കണ്ടുപിടിക്കാനായിട്ട് ഈ സംഭവം ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഈ എസ് ഡാഷിന്
ആടാ പറ പറ. അതായത് ഇവിടുത്തെ എസ് ഡാഷ് ഉണ്ടോ, എസ് ഡാഷിന്റെ അല്ല, ഈ എസ് ഡാഷിന് എന്തൊക്കെ ഇട്ട് കൊടുത്താലും നമുക്ക് ഇതൊക്കെ കിട്ടുന്ന, ഇത് രണ്ടും കിട്ടുന്ന ഈ എസ് ഡാഷിന് എസ് ഈ എസ് ഡാഷിന് ഇ ഡാഷ്. എസ് ഇട്ട് കൊടുത്താ പിന്നെ എപ്സിലോൺ ഇട്ട് കൊടുത്താ. അപ്പൊ അതെ, അതുകൊണ്ട് ഇവിടെ എപ്സിലോണും ഇ എസ് ഒന്നും കിട്ടും. ഓ ആ എടാ എങ്ങനെയാടാ ഓക്കെ ഓക്കെ. എടാ ഇങ്ങനെ മനസ്സിലായി, ഇതെന്ന് പറയുന്നത് ആൽഫ, ആ ഇത് ആൽഫ. നീ അതിനു മുമ്പ് ആ ഇക്വേഷനും കൂടെ കാണിച്ചു കൊടുക്കടാ. ഈ ചുമ്മാ ഇങ്ങനെ എടാ ഇത് കണ്ടോ, മനസ്സിലാവില്ല. എടാ ഇത് കണ്ടോ, ഇതാണ് നമ്മളുടെ ഈ സംഭവം ആൽഫ B1 ആൽഫ B2. ആൽഫ ഇത് B1 ആൽഫ, ആൽഫ B2. ഇത് ആൽഫ. ഇവിടുത്തെ B1 എന്ന് പറയുന്നത് എപ്സിലോണാ. ഇത് ആൽഫ. ഇവിടുത്തെ B2 എന്ന് പറയുന്നത് ഇ എസ് ആ. അപ്പൊ നമ്മൾ ഇത് എഴുതുമ്പോ എങ്ങനെയാന്ന് വെച്ചാൽ എസ് ഇംപ്ലൈസ് ഈ ആൽഫ എഴുതണം, ആൽഫ എ ഡാഷ് എന്നും പറയും, ആൽഫ എസ് ഡാഷ്, ഈ ടെർമിനൽ എന്തോ അതിന്റെ ഡാഷ്, അതേ ബാറ് ഇവിടെ അതുപോലത്തെ റിപ്പീറ്റേഷൻ അല്ലേ ആ സാധനം എടുത്ത് എഴുതി. എന്നിട്ട് ഈ എസ് ഡാഷ് എന്ന് പറയുന്നത് β1 β2 എപ്സിലോൺ ഇ എസ്, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് അംബിഗ്യൂസ് ആണോ അല്ലയോ നോക്കാനായിട്ട് ഇതറിയോ? ഇത് അംബിഗ്യൂസ് ആണോ നോക്കാം. എന്തുവാടാ ഇത് അംബിഗ്യൂസ് ആണോ നോക്ക്. ഇതാണ് അംബിഗ്യൂസ് ആവുന്ന ഒന്നിൽ കൂടുതൽ ലെഫ്റ്റ് മോസ്റ്റ് റിക്കർഷൻ ഉള്ളപ്പോഴല്ലേ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ, ഡെറിവേഷൻ, അല്ലെങ്കിൽ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പാസ് ഫ്രീ. ഏതെങ്കിലും ഒന്നായാൽ മതിയോ? ഏതെങ്കിലും ഒന്ന്, ഒന്നിലെ ഒന്നിൽ കൂടുതൽ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ റൈറ്റ് മോസ്റ്റ്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പാസ് ഫ്രീ. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ. എസ് ഇംപ്ലൈസ് എസ് ബ്രാക്കറ്റ് എസ് ബാർ എപ്സിലോൺ. അപ്പൊ ഇതിന് നമ്മളൊരു സ്ട്രിങ് ആദ്യം കണ്ടുപിടിക്കണം, ഇൻപുട്ട് സ്ട്രിങ്. ഇതിന്ന് അപ്പൊ എങ്ങനെ ഇൻപുട്ട് സ്ട്രിങ് കണ്ടുപിടിക്കുന്നത്? ഇപ്പൊ എസ് ബ്രാക്കറ്റിൽ എസ് എസ് ഒരെണ്ണം ആദ്യത്തത്. ഇവിടെ ഏതെങ്കിലും ഒരു എസ് കണ്ടോ, ഇവിടെ ഈ ഒരു പ്രൊഡക്ഷൻ ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് ആദ്യത്തെ ഒരു ഇൻപുട്ട് സിമ്പൽ കിട്ടും. അപ്പൊ ഞാൻ ഇവിടുത്തെ എസ്സിനാന്ന് വിചാരിച്ചോ ഇട്ട് കൊടുത്ത ഈ സാധനം. എന്നിട്ട് എനിക്കിത് ഇതുപോലത്തെ ഈ 2 ബ്രാക്കറ്റ് കിട്ടും ഇൻപുട്ട് സ്ട്രിങ് ആയിട്ട് എപ്സിലോൺ ഇട്ട് കൊടുക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്. ഇനി അടുത്തത് ഇതിനകത്ത് നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ കണ്ടുപിടിച്ച പോലെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്താൽ മതി. ആദ്യം ഈ എസ്സിന് ഈ സംഭവം ഇട്ട് കൊടുത്താൽ 2 ബ്രാക്കറ്റ് കിട്ടും. അതേ സമയത്ത് ഈ എസ്സിന് ഈ സംഭവം ഇട്ട് കൊടുക്കുന്നെങ്കിൽ 2 ബ്രാക്കറ്റ് കിട്ടും. ഒരേ ആൻസർ കിട്ടുമോ നോക്കണം. ഒരു ആൻസർ ഇതിന്റെ ഇതൊന്ന് കണ്ടുപിടിച്ച ലെഫ്റ്റ് റിക്കർഷൻ മാറ്റി. ലെഫ്റ്റ് റിക്കർഷൻ മാറ്റിയോ? ഇതിപ്പോ ലെഫ്റ്റ് റിക്കർസീവ് ഗ്രാമർ ആണോ? ആണ്. അതെ. എഫ് വരത്തില്ലല്ലോ. എഫ് വരത്തില്ല. അപ്പൊ ഇതിനെ ലെഫ്റ്റ് റിക്കർഷൻ മാറ്റിയിട്ട് എഴുത്. PDF നോക്കലടേ. അങ്ങനെ ഞങ്ങള് ചെയ്യുമോ? അവൻ ചെയ്തില്ലല്ലോ, നീ ചെയ്യടാ. എടാ ഏതാ ടീയുടെ ആണോ ഇപ്പൊ ചെയ്യണ്ടത്? രണ്ടിന്റെ എടാ നോക്കി, രണ്ടും ലെഫ്റ്റ് റിക്കർഷൻ അല്ലേ? ലെഫ്റ്റ് റിക്കർഷൻ അല്ല, അതിന്റെ അകത്ത് ഏതാ ചെയ്യണ്ടെന്ന് ചോദിക്കുന്നു. രണ്ടും മാറ്റണം. ലെഫ്റ്റ് റിക്കർഷൻ എന്ന് പറയുമ്പോൾ രണ്ടും മാറ്റണം. എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇത് ആൽഫ ഒന്നുമില്ല. എടാ എ ഡാഷ് ടെൻസ് ടു ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? β1/β2 അല്ല, β1/β2 അല്ല, ലെഫ്റ്റ് റിക്കർഷൻ എന്ത് ചെയ്യുന്നു ഇക്വേഷൻ?
വെക്ടർ എ ഡാഷ് ടെൻസ് ആൽഫ എ ഡാഷ് ബൈ എഫ് സി. എടാ ഇ ഡാഷ് ടി ഓർ ടി ഡാഷ് എന്നാണ് ഓർമ്മ വരുന്നത്. ഞാൻ ചെയ്തില്ല, ഞാൻ ഇക്വേഷൻ ചെയ്ത് വരുന്നു. വെയിറ്റ് ചെയ്യും. നീ ഇത് നോക്കണ്ട, അതൊന്നും നോക്കട്ടെ. എവിടെ ആൻസർ? ആ ഇ ഡാഷ് ഓർ ടി ഡാഷ് ആപ്സിലോൺ വരും. മനസ്സിലായോ? ഇങ്ങനെയാണോ നിനക്ക് കേട്ടിയ? ഈടെ ചെയ്ത് സജു നിനക്ക് ആടാ ഞാൻ ആപ്സിലോൺ ഇട്ടല്ലേ നോക്കി. ഇനി ഇവിടെ തൊട്ട് തുടങ്ങാം. മറ്റേ ആൻസർ ഒന്ന് കാണിച്ചു. അത് പറ. പാഴ്സിങ്ങിലേക്ക് നമ്മൾ ആ സംഭവം ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് സംഭവങ്ങളുണ്ട്. ഫസ്റ്റ് ഒന്നും പറഞ്ഞുണ്ട്, ഫോളോ എന്നും പറഞ്ഞു. ഇത് കണ്ട അതെ നമ്മൾ നേരത്തെ ചെയ്തില്ലേ? ഈ സാധനം പ്രെഡിക്റ്റീവ് പായ്സിംഗ് ആണോ പറയുന്നത്? ആദ്യം നീ അതിന്റെ ഡെഫിനിഷനും ആ സാധനം എന്തോ എഴുതി വെച്ചേക്കുന്നതെന്നൊന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ പോവാം. അതെ, അവിടുന്ന് പറ. അതെ അത് തന്നെ, ആ പേന വെച്ചേക്കുന്ന സ്ഥലം. അത് പറ. ഇതെന്ത് സാധനം? ഇത് പ്രെഡിക്റ്റീവ് പാഴ്സിംഗ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ലെഫ്റ്റ് റിക്കേർഷനും ലെഫ്റ്റ് ഫാക്ടറിങ്ങും മാറ്റണം. എന്നുവെച്ചാൽ ഒരു പ്രെഡിക്റ്റീവ് പാഴ്സിംഗ് പ്രോഗ്രാം കാണും, ഒരു ഇൻപുട്ടും കാണും. ഈ ഇൻപുട്ടിന്റെ സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്ത് സ്റ്റാക്കിനകത്ത് ഇന്ന് പഠിപ്പിച്ചില്ലേ? ഇന്ന് പഠിപ്പിച്ചു, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. ഇത് കഴിഞ്ഞാൽ ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഈ സ്റ്റാക്കിലോട്ട് നമ്മൾ എന്തുവാ പുഷ് ചെയ്യും, റിമൂവ് ചെയ്യും, ഡിലീറ്റ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. ലാസ്റ്റ് പറയാം. ഇപ്പൊ നീ ഈ പ്രോബ്ലം നോക്ക്, പ്രോബ്ലം തൊട്ട് തുടങ്ങാം. അപ്പൊ ഇത് പ്രെഡിക്റ്റീവ് പാഴ്സിംഗ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് സംഭവങ്ങൾ വേണം. ഒന്ന് ഫസ്റ്റും ഫോളോയും. ഓക്കെ. ഈ സാധനങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആദ്യം നമുക്കൊരു ഗ്രാമർ എഴുതില്ല. ആ ഗ്രാമർ എന്തുവാ ലെഫ്റ്റ് റിക്കേർഷൻ ഉണ്ടോ അല്ലെങ്കിൽ ലെഫ്റ്റ് ഫാക്ടറിങ് ഉണ്ടോ എന്ന് നോക്കണം. അതാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണം, അതിനകത്ത് റിമൂവ് ചെയ്യണം. ഇപ്പൊ നമ്മളുടെ നേരത്തെ ഒരു തന്ന ഇതിനകത്ത് ഇത് ലെഫ്റ്റ് റിക്കേഴ്സീവാ, ഇത് റിമൂവ് ചെയ്ത് ഇതുപോലെ കണ്ടുപിടിക്കണം. അത് ലെഫ്റ്റ് റിക്കേഴ്സീവ്. അപ്പൊ നമുക്ക് ഇത്രയും നോൺ ടെർമിനൽസ് കിട്ടും. ഇ ഡാഷ് ടി ഡാഷ് എഫ്. പിന്നെ അതിനകത്ത് ടെർമിനൽസ് വന്ന പ്ലസ്, ബ്രാക്കറ്റ്, ID, ഇത്രയാണ് ടെർമിനൽസ്. അപ്പൊ നമ്മള് ഒരു ഇത് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മളുടെ ഇത് നോക്കിയത് ഇത് ആദ്യം ഫസ്റ്റ് ഓഫ് ഇ ഡാഷ്, ഫസ്റ്റ് ഓഫ് ടി, ഫസ്റ്റ് ഓഫ് ടി ഡാഷ്, ഫസ്റ്റ് ഓഫ് എഫ്, ഇത്രയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഇ എടുത്ത്, അപ്പം ഫസ്റ്റ് ഓഫ് ഇ എന്ന് പറയുമ്പോൾ ഇതിൽ ആദ്യം വരുന്നത് നോക്കും. ടെർമിനൽസ് വെച്ചിട്ടാണ് ഈ ഫസ്റ്റ് ഓഫ് ഇ ഒക്കെ പറയുന്നത്. ടെർമിനൽസ് വെച്ച് നീ എന്തോ ഉദ്ദേശിച്ചത്? അല്ല, ടെർമിനൽസ് ആണ് നോൺ ടെർമിനൽസ് വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഇതെന്ന് പറഞ്ഞാൽ ടെർമിനൽസ് വെച്ചാ പറയുന്നത്. എന്നുവെച്ചാൽ ഇതിനകത്ത് വരുന്നത് കുറെ ഉണ്ട്. അത് ഓരോ റൂൾ ഉണ്ട്. ഇത് ഈ രണ്ട് റൂൾ എന്തോ ഉണ്ട്. ഈ റൂൾസ് ഇപ്പൊ ഓരോ എക്സാമ്പിളിൽ നിന്ന് പറയാം, അങ്ങനെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ആദ്യം ഫസ്റ്റ് ഓഫ് ഇന്ന് എടുക്കുമ്പോഴത്തേക്ക് ആദ്യം ഇവിടെ വന്നിരിക്കുന്ന ഒരു നോൺ ടെർമിനലാ ടി. ഇതാ നോക്കുന്നത്, ആദ്യം വരുന്ന എന്തുവാന്നാ നോക്കുന്നത്, അതിന്റെ ഫസ്റ്റ് റോ. ഇവിടെ ആദ്യം വന്നിരിക്കുന്നത് ടിയാ. അപ്പൊ അങ്ങനെ വരുമ്പോ അതിന്റെ ഫസ്റ്റ് എടുക്കണം. അതിന്റെ ഫസ്റ്റോ? ഹലോ അതിന്റെ ഫസ്റ്റ്. നോൺ ടെർമിനൽ വരുവാണ് അതിന്റെ ഫസ്റ്റ്. ഓക്കെ. ഇപ്പൊ ഇവിടെ നീ എഴുതിക്കേ, ഇതിപ്പോ ഇത് നോക്കി എഴുതണ്ട, അല്ലാതെ എഴുത്. ഫസ്റ്റ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് ടി. ഫസ്റ്റ് ഓഫ് ഇതിന്റെ സൈഡ് എഴുതിയാ മതിയോ? അതിന്റെ സൈഡിലോട്ട് എഴുതി. ഫസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ടി. അപ്പൊ ഈ ടി
ടിയുടെ ഫസ്റ്റ് ഓഫ് ടി എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്ന എന്തുവാ? എഫ്. എഫ് എഫ് എന്തുവാ? എഫ് എന്തുവാ? എഫ് ടെർമിനൽ അല്ല, നോൺ ടെർമിനൽ അല്ല, നോൺ ടെർമിനൽ. ആ നോൺ അതിന്റെ ടെർമിനൽ. ഫസ്റ്റ് കണ്ടുപിടിക്കാം. അപ്പൊ ബ്രാക്കറ്റ് വരുമോ? അപ്പം ഈ ഫസ്റ്റ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റും പിന്നെ പോരാത്തതിനൊരു ഐ ഡി ഉണ്ട്. ആ ഐ ഡി ഉണ്ട്. ആ ഐ ഡി നോൺ അല്ല, ഐ ഡി ടെർമിനൽ അല്ലേ? ഐ ഡിയും ടെർമിനലാണ് നമ്മൾ എപ്പോഴും ഫസ്റ്റ് ആയിട്ട് എടുക്കുന്നത്. ടെർമിനലും ഈ ഒരു സാധനവും കണ്ടോ? ആ ആ ആ അപ്പൊ ഇതാണ് ഫസ്റ്റ് ഓഫ് എഫ്. നോൺ ടെർമിനൽ മറ്റേ ക്യാപിറ്റൽ സാധനമൊക്കെ അല്ലേ നോൺ ടെർമിനൽ? ക്യാപിറ്റൽ ആ അപ്പൊ ഇപ്പം എഫിന്റെ ഫസ്റ്റ് കിട്ടി, ബ്രാക്കറ്റും ഐ ഡിയും അതൊരു സെറ്റാക്കി എഴുതി. ഇനി ഈ ഫസ്റ്റ് ഓഫ് എഫ് കണ്ടുപിടിച്ച് നമുക്ക് ഫസ്റ്റ് ഓഫ് ടി കിട്ടും. കാരണം ഫസ്റ്റ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് എഫ് ആണ്. അപ്പൊ ആ വാല്യൂ തന്നെ ഫസ്റ്റ് ഓഫ് ടിക്കും. ഫസ്റ്റ് ഓഫ് ടി കിട്ടുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഇ കിട്ടും. കാരണം ഫസ്റ്റ് ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ടി ആണ്. അപ്പൊ അതാണ് ഈ സംഭവം. ഫസ്റ്റ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു, അപ്പൊ ഇത്രേന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഐ ഡി. എടാ അപ്പം സജ്ജു ഫസ്റ്റ് ഓഫ് ഇ ഡാഷ് എന്തുവാ? പ്ലസ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്നിരിക്കുന്ന ഒരു ടെർമിനലാണ്. അപ്പൊ ടെർമിനൽ വരികയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെ. അതുകൊണ്ട് എപ്സിലോണും ഉണ്ട് ഇവിടെ. അപ്പം എപ്സിലോണും എടുക്കണം. ഫസ്റ്റ് ഓഫ് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എപ്സിലോണാ. എപ്പോഴും ഈ ബ്രാക്കറ്റ് ഉണ്ടോ? ബ്രാക്കറ്റിന്റെ ഇപ്പോഴത്തെ ഫസ്റ്റ് ടേമും ഇപ്പോഴത്തെ ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കാം. ഒരു മിനിറ്റ്. അയ്യോ എടാ ഒരു മിനിറ്റ്. ആ വാക്സിന്റെ രജിസ്ട്രേഷൻ എടാ വന്നിട്ടില്ലടാ നമ്മുടെ ഇവിടെ സെന്റർ ഒന്നും. സെന്റർ അല്ല, ഇന്ന് രജിസ്ട്രേഷൻ തുടങ്ങി. ഇന്ന് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യണം. ഇന്ന് രജിസ്ട്രേഷൻ തുടങ്ങി, പക്ഷെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ അടുത്ത് ഇപ്പൊ അച്ഛൻ വിളിച്ചു പറയാൻ രജിസ്റ്റർ ചെയ്യാൻ പറയും. ഞാനത് നോക്കി, പക്ഷെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഒരു മിനിറ്റ് ഞാൻ ഫോൺ ആർക്കാടാ എന്തുവാ? എടാ ഹലോ. പറയടാ. എടാ എന്തുവാടാ ഇവൻ ഈ പറയുന്ന? വാക്സിനേഷൻ ഇല്ല, അത് ഇന്ന് തൊട്ട് തുടങ്ങും 18 വയസ്സിന് മേലുള്ളവർ. ആണോ? നീ ചെയ്തോ? ഞാൻ അത് കൊടുത്തു, പക്ഷെ എനിക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നില്ല. എടാ നീ എപ്പോഴാ കൊടുത്ത്? മാധവ്, ഞാൻ അമ്മൂമ്മയുടെ നോക്കാൻ നോക്കിയപ്പോ ഷെഡ്യൂൾ ആവായിരുന്നു. നമ്മുടെ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ, 4 മണിക്ക് വന്നു. ഞാൻ അമ്മൂമ്മയുടെ ഇന്നലെ നോക്കിയപ്പോ എടാ അവിടെ സെന്റർ ഒന്നും വരുന്നില്ല. പിൻകോഡ് അടിച്ചു കൊടുക്കണം ഷെഡ്യൂളിനകത്ത് കയറിയിട്ട്. എടാ NHM ആണോടാ? എടാ cowin.gov.in. കോവിനോ? ഈ സൈറ്റ് VPN ഇട്ട് കയറണോടാ? നീ ഒന്നും കാണുന്നില്ലേ? കോവിനാണ്. നീ പറ, എന്റെ ഇങ്ങനെ ഹാങ്ങായി കിടക്കോ? എടാ അപ്പൊ എല്ലാരും തുടങ്ങിക്കാണ്. ഇന്ന് 75 അല്ല എത്ര 45 താഴെയും 18 മേലുള്ള എല്ലാവർക്കും ചെയ്യാം. എനിക്ക് OTP ഒന്നും വരുന്നില്ല. നീ അത് പറ, നീ സംഭവം വീട്ടിൽ ഇത് വരത്തില്ല. അത് വരുത്തുന്നില്ല. മറ്റേതിനകത്ത് കേറിയാൽ മതി, അത് എളുപ്പമായി വരും. ആരോഗ്യസേതു അതിന് കുറച്ചും കൂടെ എളുപ്പം. എടാ ഇതിപ്പം ഇത്രയും കണ്ടുപിടിച്ചില്ലേ? നീ ഫസ്റ്റ് ഓഫ് ടി ഡാഷ് പറ. ഫസ്റ്റ് ഓഫ് ടി ഡാഷ് എന്ത് ചെയ്യും? ഫസ്റ്റ് ഓഫ് ടി ഡാഷ് സ്റ്റാർ മാത്രമേ ഉള്ളൂ.
ആ സ്റ്റാർ ഉണ്ട്, എപ്സിലോൺ ഉണ്ട്, പിന്നെ എടാ എഫ് കഴിഞ്ഞിട്ട് ബാറാണോ? അല്ലല്ലോ, വെട്ടിക്കളഞ്ഞ ആ സ്റ്റാറും എപ്സിലോണും. അപ്പൊ അതേ സ്റ്റാർ വെബ്സിലോണ് നമ്മൾ തെറ്റായി. അപ്പൊ ഫസ്റ്റ് കണ്ടുപിടിച്ചില്ലേ, ഫസ്റ്റ് മനസ്സിലായല്ലോ കണ്ടുപിടിക്കാൻ. എടാ നോൺ ടെർമിനൽ വന്നാൽ മാത്രമല്ലേ ഉള്ളൂ നെക്സ്റ്റ് അടിച്ചു പോകുന്നത്. ടെർമിനലാണെങ്കിൽ അവിടെ കൊണ്ട് നിർത്താമല്ലോ. ടെർമിനലാണ് അത് തന്നെയാ ഫസ്റ്റ്, എപ്സിലോൺ വന്നാലും അത് തന്നെയാ ഫസ്റ്റ്. ഓക്കെ. അപ്പൊ അതിന്റെ പോലെ അതുപോലെ തന്നെ ഇതിന്റെ അടുത്തത് എന്റെ വന്നടാ OTP. എന്റെ വന്നിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞു. എടാ അപ്പൊ ഇതിന്റെ ഈ ഒരെണ്ണത്തിന്റെയും ഫസ്റ്റ് കണ്ടുപിടിക്കും. ഇത് കണ്ട എസ്, ഇതാണ് നമ്മുടെ ഗ്രാമർ. ഈ ഗ്രാമറിൽ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ലെഫ്റ്റ് റിക്കേഴ്സീവാ. അത് ലെഫ്റ്റ് റിക്കേഴ്സീവ് അല്ലല്ലോ. അതെ, ഈ ക്യാപിറ്റൽ എയും ഈ ക്യാപിറ്റൽ ശരി, അത് ലെഫ്റ്റ് റിക്കേഴ്സീവ്. അപ്പൊ അത് അവോയ്ഡ് ചെയ്ത് നമുക്ക് അവസാനം ഇങ്ങനെ കിട്ടും, ലെഫ്റ്റ് റിക്കേർഷൻ മാറ്റിയിട്ട്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് കണ്ടുപിടിക്കേ. ആ സ്മോളെ എടുക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പൊ അപ്പുറത്തുള്ള ക്യാപിറ്റലേ എടുക്കുക. ഏതാ? ആ എസ്സില്. എടാ അപ്പൊ ഇതൊരു ടെർമിനലാ. ടെർമിനൽ വരികയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ടെർമിനൽ എന്ന് പറഞ്ഞാൽ അത് തന്നെയാ. അപ്പൊ ഇതിന്റെ എന്തുവാ ഫസ്റ്റ് ഓഫ് എസ് എന്തുവാ? ഫസ്റ്റ് ഓഫ് എ എന്തുവാ? ഫസ്റ്റ് ഓഫ് എ നോക്കട്ടെ. ഫസ്റ്റ് ഓഫ് എ ബീറ്റ. ഞാൻ അതല്ലല്ലോ. ഫസ്റ്റ് ഓഫ് എ ബി നോൺ ടെർമിനൽ. ഫസ്റ്റ് ഓഫ് എ ഡാഷ് ബിയും എപ്സിലോണും. ഫസ്റ്റ് ഓഫ് ബി എന്ന് പറയുന്നത് സമയം കണ്ട അത്രേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിയാ. അതെങ്ങനെയാണ് ഡി വന്നേ? ഫസ്റ്റ് ഓഫ് ബി എന്ന് പറഞ്ഞ ഡി. ഇവിടെ ഉണ്ടല്ലേ. ഓക്കെ. ശരിയാ ഡി. ശരിയാ ഡി. ഇത് കഴിഞ്ഞില്ലേ? എടാ എനിക്ക് ആരോഗ്യ സേതു OTP ഒന്നും വരുന്നില്ല. ആരോഗ്യ സേതു OTP വരുന്നില്ല. എടാ ഇതിലെവിടാടാ ലെഫ്റ്റ് ഫാക്ടറിങ് വരുന്നത്? ലെഫ്റ്റ് ഫാക്ടറിങ് എവിടെയും വരത്തില്ലേ? ലെഫ്റ്റ് ഫാക്ടറിങ് നമ്മളെ ചെയ്യിപ്പിച്ചിട്ടില്ല. അതെന്താ? ചെയ്യിപ്പിച്ചിട്ടില്ല, ക്വസ്റ്റ്യൻ തന്നില്ല. അയ്യോ. എടാ ഈ ഫസ്റ്റ് ഓഫ് എ ബി എ കണ്ടുപിടിക്കേണ്ട എന്ത് വെച്ചിട്ടായിരുന്നു? ടെർമിനൽസ് വെച്ചിട്ടല്ലേ കണ്ടുപിടിക്കേണ്ട? അല്ല, നോൺ ടെർമിനൽസ് വെച്ചിട്ടല്ലേ കണ്ടുപിടിക്കേണ്ട? നോൺ ടെർമിനൽ വരുവാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ചെയ്ത് പോകണം. ടെർമിനൽ വരുവാണെങ്കിൽ അതിന്റെ അത് തന്നെ എഴുതാം. അതല്ല ഞാൻ പറഞ്ഞ ഈ ഫസ്റ്റ് ഓഫ് ബി എ ഡാഷ് എ എസ് അത് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാ? നമ്മുടെ ടെർമിനൽസ് വെച്ചിട്ടല്ലേ? ടെർമിനൽസ് വെച്ച്. ഫസ്റ്റ് സെറ്റ് ആയി. ഇനി അടുത്തത് ഫോളോ എന്ന് പറഞ്ഞതാ. ഫോളോ എന്ന് പറയുമ്പോൾ നേരത്തെ അത് തന്നെ എടുക്കുവാടാ. നമ്മൾ മറ്റേ ഇ പ്ലസ് ടി ഇ സ്റ്റാർ ഇ ആ സംഭവം ഇല്ലേ, ഒരിക്കലും നമുക്ക് ഗ്രാമർ അത് തന്നെ. അപ്പൊ അതിന്റെ ലെഫ്റ്റ് റിക്കേർഷൻ മാറ്റി നമുക്ക് ഇത്രയും കിട്ടും. ഇത്രയും കിട്ടും. ഇത് വെച്ച് നമ്മൾ ഇനി ഫോളോ കണ്ടുപിടിക്കണം. അപ്പം ഫോളോ ഓഫ് ഇ എന്ന് പറയുമ്പോഴത്തേക്കും ഇ ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് സിമ്പൽ. ഇതിന്റെ ഫോളോ എന്ന് പറയുന്നത് ആദ്യം ഒരു ഡോളർ സിമ്പൽ കാണും. ഇ അല്ലേ നമ്മുടെ ആയിട്ട് ഈ ഫോളോ ഓഫ് ഇ കണ്ടുപിടിക്കണ്ട. ഫോളോയിന്റെ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റാക്ക് സിമ്പൽ ഉണ്ട്, ഡോളർ സിമ്പൽ.
അത് എല്ലാ ഗ്രാമറിനകത്തും സ്റ്റാർട്ടിങ് പ്രൊഡക്ഷന്റെ ഫോളോ എന്ന് പറയുന്നത് $1 കാണും. ആ പിന്നെ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇത്രയും ഇത് കണ്ടോ, ആ ഇതിനകത്ത് ഈ വരുന്ന പ്രൊഡക്ഷൻസ് നോക്കണം. ഈ വരുന്ന അവിടെ ഉണ്ട് ഫോളോ ഓഫ്. അപ്പൊ ഇവിടെ ഈ ഇല്ലേ, ആ ഇതിന്റെ തൊട്ടപ്പുറത്തൊരു ടെർമിനലാ വരുന്നെങ്കിൽ അത് തന്നെ എടുത്തെഴുതണം. ആ ടെർമിനൽ. ആ ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റ് സിമ്പിൾ ഒക്കെ അല്ലേ, അത് തന്നെ ടെർമിനൽ. ആ ഇപ്പൊ നോക്കിയേ, ഇപ്പം ഫോളോ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോളർ സിമ്പിൾ എഴുതി. ആ അടുത്തത് ഇവിടെ വന്നിട്ടുണ്ട് ഈ പ്രൊഡക്ഷനിൽ. എന്നിട്ട് അതിന്റെ റൈറ്റ് സൈഡിൽ തൊട്ടപ്പുറത്ത് എന്തുവാ കിടക്കുന്നത് നോക്കാം. അവിടെ ഇപ്പൊ ഒരു ഓപ്പണിംഗ് സിമ്പൽ കിടപ്പുണ്ട്. അതൊരു നോൺ ടെർമിനൽ അല്ല, അതൊരു ടെർമിനല്ല. അപ്പൊ അത് തന്നെ എടുത്ത് ഇങ്ങോട്ട് എഴുതും. ഇനി അടുത്ത ഫോളോ ഓഫ് ഇ ഡാഷ്. അപ്പം ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇ ഡാഷ് വരുന്ന എവിടേക്കാന്ന് നോക്കാം. ഇ ഡാഷ് ഈ ഒരു രണ്ടിടത്ത് വന്നിട്ടുണ്ട്. ഇത് സെയിം ആയതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഇതാ എടുക്കുന്നത്. ഇ ഡാഷ് ഇ ഇംപ്ലൈസ് ഇ ഡാഷ് നമ്പർ. ഇപ്പൊ ഇ ഡാഷിന്റെ ആണോ പറയുന്നത്? ഇപ്പൊ ഫോളോ ഓഫ് ഇ ഡാഷ് പറയുന്നത്. ഇ ഡാഷ് എന്ന് പറയുമ്പോൾ ഈ സൈഡിൽ ഇ ഡാഷ് ഉള്ള പ്രൊഡക്ഷൻസ് നോക്കണം. ആദ്യത്തെ ഈ പ്രൊഡക്ഷൻ എടുത്ത് ഈ പ്രൊഡക്ഷനിൽ ഇ ഡാഷിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ എന്തെങ്കിലും കിടപ്പുണ്ടോ? ഇല്ല. അങ്ങനെ ഒന്നും കിടപ്പില്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഇതിന്റെ ഫോളോ ആണ് ഇതിന്റെ ഫോളോ. മനസ്സിലായി? അപ്പൊ ഫോളോ ഓഫ് ഇ ഡാഷ് എന്ന് പറഞ്ഞാൽ ഫോളോ ഓഫ് ഇ. അപ്പൊ നമ്മൾ ഈ ഡോളറും ഓപ്പണിംഗ് സിമ്പിളും അങ്ങോട്ട് എഴുതി. ഇനി അടുത്ത വരുന്നത് ഫോളോ ഓഫ് ടി ആ. അപ്പൊ ഇതിൽ ടി വരുന്ന എവിടെയൊക്കെ? ഈലുണ്ട്. എടാ നിന്നേടെ ഫോളോ ഓഫ് ഇ ഡാഷ് എന്ന് പറയുന്ന ഫോളോ ഓഫ് ഇ അത് കഴിഞ്ഞിട്ട് പറഞ്ഞെന്ന് പറഞ്ഞേ. അപ്പൊ അതേ ഫോളോ ഓഫ് എന്ന് പറയുമ്പോൾ ഈ സാധനം അങ്ങോട്ട് എഴുതിയെടുത്താൽ മതി. ഓക്കെ. ഇനി അടുത്ത ഫോളോ ഓഫ് ടി ആ. ഈ ടി ഇവിടെ രണ്ട് പ്രൊഡക്ഷനിലുണ്ട്. ഈ രണ്ടെണ്ണത്തിലും ടീന്റെ അപ്പുറത്ത് വരുന്ന എടാ അപ്പൊ അതിന് മുമ്പ് ഇ ഡാഷ് ഇല്ലേ? ഇ ഡാഷ് അത് കഴിഞ്ഞിട്ടുള്ളതിനും ഉണ്ടല്ലോ, അത് എടുക്കത്തില്ലേ? ഏതാടാ? ഇപ്പൊ ഇത് എടുത്തെന്ന് ചോദിച്ചാൽ ഇ ഡാഷ് ഫോളോ ഓഫ് ഇ ഡാഷ്. ഇപ്പൊ ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇല്ല. ഇവിടെ ഒന്നും ഇല്ലാത്തപ്പോ എന്തുവാ ചെയ്യണ്ടേ? എന്തുവാ ഫോളോ ഓഫ് ഇ ഡാഷ് അവിടെ അത് തന്നെ സെയിം അല്ലേ? ഫോളോ ഓഫ് ഇ ഡാഷ് തന്നെയല്ലേ? ഫോളോ ഓഫ് ഇ ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പുറ സൈഡിലേക്ക് വരത്തില്ല. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് വന്നപ്പോ ഫോളോ ഓഫ് ഇ ഡാഷ് തന്നെയല്ലേ? ഇ ഡാഷ് തന്നെ ഒന്ന്. ശരിയാണല്ലോ. ഇവിടെ ഫോളോ ഓഫ് ഇ ഡാഷ് എന്ന് പറഞ്ഞാൽ ഫോളോ ഓഫ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അതാണ് സംഭവം. അപ്പൊ ഫോളോ ഓഫ് ഇ ഡാഷ് അതെടുക്കണ്ടേ? എടാ ഫോളോ ഓഫ് ഇ ഡാഷ് ആണ് കിട്ടിയിരിക്കുന്നത്. എടാ അത് രണ്ടാമത്തെ സ്റ്റെപ്പാ നീ എടുക്കുന്നതെന്ന് വിചാരിച്ചു. ആദ്യം നീ എടുത്ത രണ്ടാമത്തതാ. അപ്പൊ നീ ഫോളോ ഓഫ് ഇ ഡാഷ് എടുത്തപ്പോഴത്തേക്ക് ഫോളോ ഓഫ് ഇ ഡാഷ് എന്ന് തന്നെ പിന്നെയും കിട്ടി. അപ്പൊ നമ്മൾ ഇവിടെ നോക്കും. അത് അവിടെ നിക്കട്ടെ, ഇവിടെ നോക്കും. ഈ പ്രൊഡക്ഷനിൽ നോക്കും. അതെനിക്ക് മനസ്സിലായി. അത് ഫോളോ ഓഫ് ഇ ഡാഷ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, അതുകൊണ്ട് ഫോളോ ഓഫ് ഇ വരും. എടാ അപ്പൊ നമ്മൾ കിട്ടിയിരിക്കുന്ന ഇപ്പൊ ഫോളോ ഓഫ് ഇ ഡാഷ് അല്ലേ? അപ്പൊ ഇവിടെയും കിട്ടിയിരിക്കുന്ന ഫോളോ ഓഫ് ഇ ഡാഷ് അല്ലേ? ശരിയാ. മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്ത ടീയുടെ നോക്ക്. ഫോളോ ഓഫ് ടി. അപ്പൊ ഇതില് ടി വരുന്ന ഇപ്പൊ എവിടെയൊക്കെ? അല്ല ടി അല്ലേ? ആദ്യത്തേലും രണ്ടാമത്തേലും ഉണ്ട്. അപ്പൊ ഈ ടീന്റെ റൈറ്റ് തൊട്ടപ്പുറത്ത് ഫോളോ ചെയ്യുന്ന വരുന്ന ഇതെന്ന് പറയുന്നത് ഇ ഡാഷ്. അപ്പൊ നമ്മൾ ഇത് നോൺ ടെർമിനൽ ആയതുകൊണ്ട് ഇതിന്റെ ഫോളോ. നീ ആദ്യത്തെ പറയുന്നത് അത് രണ്ടാമത്തെ വെച്ചിട്ടാണോ പറയുന്നത്? എന്തുവാടാ? നീ ആദ്യത്തെ ടീയുടെ വെച്ചിട്ടാണോ പറയുന്നത്, അത് രണ്ടാമത്തെ ടീയുടെ വെച്ചിട്ടാണോ പറയുന്നത്? നമുക്ക് രണ്ടാമത്തെ എടുക്കാം. രണ്ടും സെയിം ആണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു നോൺ ടെർമിനൽ വന്നിട്ടുണ്ട് രണ്ടിടത്തും സെയിം ആയിട്ട്. അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്ന വെച്ചാൽ ഇത് ഇ ഡാഷാ വന്നിരിക്കുന്നത്. അപ്പൊ ഇ ഡാഷിന്റെ ഫസ്റ്റ് ആണ് എടുക്കുന്നത്. ഇ ഡാഷിന്റെ ഫസ്റ്റ് എടുക്കുവോ? ഫസ്റ്റ് ഓഫ് ഇ ഡാഷ്. നോൺ ടെർമിനൽ ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഇ ഡാഷ് എടുക്കുവോ? ഫസ്റ്റ് ഓഫ് ഇ ഡാഷ്. ഇപ്പൊ ടി കഴിഞ്ഞ് തൊട്ടപ്പുറത്തൊരു നോൺ ടെർമിനൽ ആയിരുന്നു. അപ്പൊ അതിന്റെ ഫസ്റ്റ്. ഒരു മിനിറ്റ് ഞാൻ എഴുതട്ടെ.
നോൺ ടെററിലാണെങ്കിൽ ഫസ്റ്റ് എടുക്കുമല്ലോ. ഫസ്റ്റ് ഓഫ് ഈ ഡാഷ് നമ്മൾ ഇതിന്റെ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മറ്റേ PPT അത് നോക്കിയടാ. ഇതിന് മുമ്പത്തെയാണോ? ഇതിന് മുന്നേ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അത് നോക്കിക്കേ. നമ്മൾ ഇതിന് മുമ്പ് അവിടെ കണ്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അല്ല, ഇത് എഴുതിയിട്ടുണ്ട്. എനിക്കത് ഞാൻ നോക്കട്ടെ, ഞാൻ എഴുതി കാണും. ഇതിന് മുമ്പ് തൊട്ട് മുമ്പ് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മറ്റേ ഫസ്റ്റ് കണ്ടുപിടിച്ച പ്ലസും ഇയും പ്ലസും എപ്സിലോണും. ശരി, പ്ലസ് എപ്സിലോണും. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് പ്ലസ് എന്ന് പറഞ്ഞാൽ പ്ലസ് അതേപോലെ തന്നെ എഴുതണം. പിന്നെ നമുക്ക് വന്നിരിക്കുന്ന ഒരു എപ്സിലോണാണ്. അപ്പൊ എപ്സിലോൺ ഇവിടെ എഴുതല്ലേ? എപ്സിലോൺ ഉണ്ടെങ്കിൽ ഇതിന്റെ ഇപ്പുറത്തെ സൈഡിലെ പ്രൊഡക്ഷന്റെ ഫോളോ എഴുതിക്കാം. എപ്സിലോൺ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം, ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതിപ്പം T ആണ്, ഫസ്റ്റ് ഫോളോ ഓഫ് T ആണ് കണ്ടുപിടിക്കുന്നത്. ഈ ഫോളോ ഓഫ് T വന്നിട്ട് Tയുടെ തൊട്ടപ്പുറത്ത് ഫോളോ വന്നിരിക്കുന്നത് E ഡാഷ് എന്നാണ്. അപ്പം ഇതൊരു നോൺ ടെർമിനൽ ആയതുകൊണ്ട് ഇതിന്റെ ഫസ്റ്റിനകത്ത് പ്ലസും എപ്സിലോണും വരുന്നുണ്ട്. പ്ലസ് അതേപോലെ തന്നെ താഴത്തോട്ട് എഴുതി എടുത്തിട്ട് എപ്സിലോൺ ഉള്ളതുകൊണ്ട് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളതിന്റെ ഫോളോ കണ്ടുപിടിക്കണം. എപ്സിലോൺ വരുന്നതുകൊണ്ട് അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളതിന്റെ ഫോളോ. അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള എന്തുവാ? ടിയോ? ഈ പ്രൊഡക്ഷനിൽ E അല്ലേ? അതിന്റെ ലെഫ്റ്റ് സൈഡ്, അതിന്റെ മൊത്തത്തിൽ ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിലുള്ളതിന്റെ ഫോളോ കണ്ടുപിടിക്കണം. ഓക്കെ. നമ്മൾ ഫോളോ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫോളോ ഓഫ് E എന്ന് പറയുന്നത് ഡോളറും ഓപ്പണിംഗ് സിംബലും. ഒരു മിനിറ്റ്, ഞാൻ എഴുതട്ടെ. നമ്മൾ ഒരു റൂൾ ഉണ്ടോ? അതെ, if there is a production of the form A implies or A where first of B contains a epsilon, then everything in follow of A is in follow of B. മനസ്സിലായോ? തേർഡ് റൂൾ ആണ് അത്. അത് കുറച്ച് മനസ്സിലാക്കാൻ പാടാ, മനസ്സിലാക്കാൻ സിമ്പിൾ. ലെഫ്റ്റ് സൈഡിലുള്ളതിന്റെ ഫോളോ അല്ലേ കണ്ടുപിടിക്കണ്ടേ? ഫോളോ ഒന്നുകൂടെ പറയണം. ഒരു വേണ്ടി ഞാൻ ഒന്ന് എഴുതട്ടെ. എനിക്ക് മനസ്സിലായി സജു. ഈ എപ്സിലോൺ വരുമ്പോ നീ എന്താ പറഞ്ഞ ലെഫ്റ്റിലുള്ളതിന്റെ ഫോളോ എടുക്കും. ലെഫ്റ്റ് ഈ സൈഡിലുള്ളതിന്റെ ഫോളോ എടുക്കും മൊത്തത്തിൽ. ഇതിന്റെ ഫസ്റ്റിനകത്ത് എപ്സിലോൺ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറയണോ? ഒരു മിനിറ്റ്, ഈ ഫസ്റ്റ് നോൺ ടെർമിനൽ ആകുമ്പോഴല്ലേ നമ്മള് മറ്റേ ഫസ്റ്റ് എടുത്തിട്ട് അതിന്റെ എപ്സിലോൺ ഉണ്ടെങ്കിൽ ലെഫ്റ്റിന്റെ ഫോളോ എടുക്കും, അങ്ങനെയല്ലേ? ലെഫ്റ്റിന്റെ ഫോളോ അങ്ങനെ. ഇത് മനസ്സിലായോ? എപ്സിലോൺ വരുമ്പോഴത്തേക്ക് അതിന്റെ ലെഫ്റ്റിന്റെ ഫസ്റ്റ് ഓഫ് E ഡാഷ്, പ്രൊഡക്ഷന്റെ ലെഫ്റ്റ് സൈഡിലുള്ളതിന്റെ ഫോളോ. അടുത്ത് ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്തുവാ? ലെഫ്റ്റ് സൈഡിലുള്ള E ഡാഷ് അല്ലേ? E ഡാഷിന്റെ ആണോ ഫോളോ എടുക്കേണ്ടത്? E ഡാഷിന്റെ ഫോളോ തന്നെയാണ് ഈ ഫോളോ ഓഫ് E. എടാ നീ അതൊന്നുകൂടെ ഒന്ന് കാണിച്ചു തന്നെ, എനിക്ക് മനസ്സിലായി. നീ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. എന്നാലും എടാ ഇപ്പം ഫസ്റ്റ് ഫോളോ ഓഫ് T ആ കണ്ടുപിടിക്കുന്നത്. ഈ ഫോളോ ഓഫ് T എടുത്തപ്പം അതിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ എന്തോ നോക്കും. അത് നമുക്ക് ഇവിടെ ഒരു നോൺ ടെർമിനലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എടുക്കാം. നോൺ ടെർമിനൽ അതിന്റെ ഫസ്റ്റ് എടുത്ത് അതിന്റെ ഫസ്റ്റ് ഇതിനകത്തുനിന്ന് നമുക്ക് നോക്കാമല്ലോ. ഇതിനകത്തുനിന്ന് എടുക്കുമ്പോൾ പ്ലസും എപ്സിലോണും വന്നിരിക്കുന്നത്. പ്ലസ് നമ്മൾ അതേപോലെ താഴത്തോട്ട് എഴുതും ഫസ്റ്റ്, കാരണം ഫസ്റ്റ് ഓഫ് പ്ലസ് എന്നത് ഫസ്റ്റ് ഒന്ന് എഴുതും. എന്നിട്ട് എപ്സിലോൺ ഉള്ളത് കൊണ്ട് ഈ പ്രൊഡക്ഷന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ പ്രൊഡക്ഷന്റെ ഫോളോ അത് നേരെ താഴത്തോട്ട് എഴുതും. ഇവിടെ പ്ലസ് എഴുതി ഓൾറെഡി ഈയുടെ ഫോളോ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡോളറും ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റ് അത് നേരെ ഇങ്ങോട്ട് എഴുതി വെച്ച് നമുക്ക് ഫോളോ ഓഫ് T സെറ്റ് ആയി. ഇനി അടുത്ത ഫോളോ ഓഫ് T ഡാഷ് നോക്കിയേ. ഫോളോ ഓഫ് T ഡാഷ് പറഞ്ഞേ. T ഡാഷ് എന്ന് പറയുമ്പോ T ഡാഷും വരും Tയും വരും. ഫോളോ ഓഫ് T ഡാഷ്. അപ്പൊ ഈ Tയും T ഡാഷും അല്ലേ നമ്മൾ നോക്കുന്നത്?
എടാ അതില് സെയിം ആയിട്ട് വരുന്നത് നോക്കണ്ട. ഇപ്പൊ അത് സൈൻ എപ്സിലോൺ ആണെങ്കിൽ നല്ലാണെങ്കിൽ. അപ്പൊ ഇതിന്റെ പറഞ്ഞേ ഫോളോ ഓഫ് ടി ഡാഷ്. ഫോളോ ഓഫ് ടി ഡാഷ് എന്ന് ഇപ്പൊ പറഞ്ഞാൽ ഫോളോ ഓഫ് ടി എടുക്കുവോ? ഫോളോ ഓഫ് ടി എടുക്കും. ഫോളോ ഫോളോ ഓഫ് ടി കണ്ടുപിടിക്കും. എടാ ഫോളോ ഓഫ് ടി ഡാഷ് എന്ന് പറഞ്ഞാ എടാ. എടാ ഫോളോ ഓഫ് ടി ഡാഷ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ ടി ഡാഷിന്റെ ഏതിലൊക്കെയാ വരുന്നത് നോക്കും. അപ്പൊ ഇതിൽ 2 പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട്. 2 എണ്ണം വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ഇത് നോക്കി ടി ഡാഷിന്റെ നോക്കി. അപ്പം ഫോളോ ഓഫ് ടി ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ തൊട്ടപ്പുറത്ത് ഫോളോ ചെയ്ത് എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, ഒന്നും വന്നില്ല. അപ്പം ഈ ലെഫ്റ്റ് സൈഡിലുള്ളതിന്റെ ഫോളോ ഓഫ് ടി. ഫോളോ ഓഫ് ടി നമ്മൾ നേരത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു. നോൺ ടെർമിനൽ അല്ല, നോൺ ടെർമിനൽ ആണോ? അല്ല, ഫോളോ ഓഫ് ടി നമ്മൾ നേരത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ശരി, കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ സാധനം തന്നെ നേരെ താഴത്തോട്ട് എഴുതിയെടുത്താൽ കണ്ടുപിടിച്ചായിരുന്നു. എടാ അപ്പൊ ഈ ഇപ്പൊ ഫോളോ ഓഫ് ടി വന്നില്ലേ, അപ്പൊ നമ്മള് ഫസ്റ്റ് ഓഫ് വേറൊരു സംഭവം എടുക്കണ്ടേ? എടാ നമുക്ക് ഫോളോ ഓഫ് ടി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അല്ല, കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ നീ എന്ന് പറഞ്ഞു. ഇപ്പൊ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പം ഫോളോ അല്ല, അത് ഫസ്റ്റ് ഓഫ് ടി എടുക്കുന്ന ഇതിന്റെ അപ്പുറത്തൊരു നോൺ ടെർമിനൽ വരുവാണെങ്കിൽ. അപ്പുറത്തൊരു നോൺ ടെർമിനൽ വരുവാണെങ്കിൽ നീ ഇതിനകത്തുനിന്ന് ഫോളോ ഓഫ് എഫ് കണ്ടുപിടിച്ചേക്കാം. ഫോളോ ഓഫ് എഫ്. ഫോളോ ഓഫ് എഫ്. എഫ് വരുന്ന എവിടൊക്കെയാ? 1, 2 രണ്ടെണ്ണം ഉണ്ട്, മൂന്നാമത്തേലും അവസാനത്തേലും. അപ്പൊ നമ്മൾ രണ്ടാമത്തെ എടുക്കും. അപ്പൊ അതിന്റെ നെക്സ്റ്റ് കിടക്കുന്ന സാധനം എന്ന് പറയുന്നത് ഫോളോ ഓഫ് ടി ഡാഷ്. ടി ഡാഷ് എന്ന് പറയുന്നത് ഒരു നോൺ ടെർമിനൽ. അപ്പോ നമ്മള് ഫസ്റ്റ് ഓഫ് ടി ഡാഷ് എടുക്കും. ഫസ്റ്റ് ഓഫ് ടി ഡാഷ് എന്തൊക്കെയാ? ഫസ്റ്റ് ഓഫ് ടി ഡാഷ് എന്ന് പറയുന്നത് സ്റ്റാറും എപ്സിലോണും. എപ്സിലോൺ വരും. നാലാമത് കിടക്കുന്ന സ്റ്റെപ്പ്. ഇല്ല, നീ ഇതിൽ നോക്കിയാൽ മതിയടാ. ഫസ്റ്റ് ഓഫ് ടി ഡാഷ് എന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യം കിടക്കുന്ന സ്റ്റാർ, ഇവിടെ എപ്സിലോൺ. അപ്പൊ എപ്സിലോൺ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റാർ എടുത്ത് അതേണക്ക് തന്നെ ചെയ്തു. എപ്സിലോൺ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഫോളോ ഓഫ് അതിന്റെ ലെഫ്റ്റിൽ കിടക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോ ഓഫ് ടി ഡാഷ്. ഫോളോ ഓഫ് ടി ഇതല്ല നോക്കുന്നത്, ഇത് രണ്ടും സെയിം അല്ലേടാ. ടി ഡാഷും ടി ഡാഷും സെയിം അല്ലേ? ഓക്കെ. അപ്പൊ ഫോളോ ഓഫ് അതുകൊണ്ട് നീ അതിന്റെ മേലിലത്തെ എടുക്കൂ. അതിന്റെ മേൽ ഇത് രണ്ടും സെയിം അല്ലേ? ഓക്കെ. ഫോളോ ഓഫ് ടി ഡാഷ്. ഫോളോ ഓഫ് ടി ഡാഷ്. ഇപ്പൊ നീ ഫോളോ ഓഫ് ടി ഡാഷ് എടുത്തെന്ന് വിചാരിച്ചോ? കുഴപ്പമില്ല, കാരണം ഫോളോ ഓഫ് ടി ഡാഷ് എന്ന് പറഞ്ഞാൽ ഫോളോ ഓഫ് ടി തന്നെയാ. സെയിം ആൻസറാ കിട്ടുന്നത്. ശരി, ഇപ്പൊ എനിക്ക് കൺഫ്യൂഷൻ ആയില്ലോടാ. ഇപ്പൊ നീ ചോദിച്ചില്ല ഇതെന്താ എടുക്കാതിന്. ഇപ്പൊ നമ്മളിപ്പം ഇതിന്റെ ഇപ്പൊ ഈ എഫിന്റെ ഇപ്പുറത്ത് ഇതൊരു നോൺ ടെർമിനൽ. ഈ ഫസ്റ്റ് ഓഫ് ടി ഡാഷ് സ്റ്റാറും എപ്സിലോണും തന്നെയാണ്. സ്റ്റാർ അതേപോലെ തന്നെ എഴുതി. എന്നിട്ട് ഇപ്പൊ എപ്സിലോൺ വരുമ്പോ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതിന്റെ ഫോളോ കണ്ടുപിടിക്കണം എന്നാ പറഞ്ഞത്. ഈ ഫോളോ ഓഫ് ടി ഡാഷ് എന്ന് പറഞ്ഞത് എന്തുവാ? ടി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ നേരെ അകത്തേക്ക് തന്നെ പോകും. അല്ലല്ലേ, ഈ ഫോളോ ഓഫ് ടി ഡാഷ് എന്ന് പറഞ്ഞത് എന്തുവാ? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഫോളോ ഓഫ് ടി ആണ്. ഫോളോ ഓഫ് ടി ആണ് നമ്മൾ ഇത് ഡയറക്റ്റ് എടുത്ത് കണ്ടോ? ഓക്കെ ഓക്കെ, അതൊക്കെ ആയില്ലേ? എടാ നിന്നെ ഫോളോ ഓഫ് ടി അല്ലേ ഇപ്പൊ പറഞ്ഞേ? ഫോളോ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അല്ലല്ലേ, ഇപ്പൊ ഫോളോ ഓഫ് എഫിന്റെ ആണ് കണ്ടുപിടിച്ചേ. അത് നമ്മള് ഫോളോ ഓഫ് എഫ് കണ്ടുപിടിക്കേണ്ടി ഫോളോ ഓഫ് ടി കണ്ടുപിടിക്കണ്ടേ? അപ്പം ഇപ്പം ഫോളോ ഓഫ് ടി എന്ന് പറയുന്നത് പ്ലസ് ഡോളർ ഇതാ. ഫോളോ ഓഫ് ടി. ഫോളോ ഓഫ് ടിയിൽ എന്തൊക്കെയാണ് വരുന്നത്? പ്ലസ് ഡോളർ ഓപ്പൺ ക്ലോസ് സിമ്പിള്. അതെങ്ങനെയാണോ വന്നേ? അതൊന്ന് കാണിച്ചത്. ഫോളോ ഓഫ് ടി എന്ന് പറയുന്നത് ഫോളോ ഓഫ് ടി ഡാഷ് നേരത്തെ സ്റ്റെപ്പില്. ഫോളോ ഓഫ് ടി എന്ന് പറയുന്നത് ഫോളോ ഓഫ് ടി ഡാഷ്. എടാ ഈ ഫോളോ എങ്ങനെയാണ് നമ്മളെ കണ്ടുപിടിച്ചോണ്ടിരുന്നത്? അത് ഇപ്പൊ സജ്ജു ഫോളോ ഓഫ് ഇ കണ്ടുപിടിച്ചേ ആദ്യം തൊട്ട്. ഫോളോ ഓഫ് ഇ ആദ്യം നമ്മൾ മറ്റേ സ്റ്റാർ അല്ലല്ലോ, ഡോളർ ഡോളർ ഇട്ട്.
പിന്നെ എങ്ങനെയാണടാ ബ്രാക്കറ്റ് വന്ന്? എടാ ഈന്റെ അപ്പുറത്തൊരു ആ ടെർമിനൽ ആ ആവുന്നുണ്ട്. ആ ആ ആ ആ ഓക്കെ. ടെർമിനൽ വരുമ്പം ആ അതിന്റെ തന്നെ ഫസ്റ്റ്. ആ അപ്പൊ ബ്രാക്കറ്റ് വന്നു. ടെർമിനൽ ഇനി അടുത്ത ആണെങ്കിൽ അതിന്റെ തന്നെ ഫസ്റ്റ്. ടെർമിനൽ ആണെങ്കിൽ അതിന്റെ ഫസ്റ്റ്, നോൺ ടെർമിനൽ ആണെങ്കിലും അതിന്റെ ഫസ്റ്റ് കണ്ടുപിടിക്കണം. അതിനകത്ത് എഫ്സിൽ ഉണ്ടെങ്കിലാണ് ബാക്കി സംഭവങ്ങൾ. എടാ ഈ ഫോളോ ഓഫ് ഇ ഡാഷ് ഇല്ലേ, ഈ ഫോളോ ഓഫ് ഇ ഡാഷ് എടുക്കുന്ന നമ്മൾ ഇ ഡാഷ് എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കും. ഈ ഡാഷ് എവിടെയൊക്കെ ഉണ്ടെന്ന് ഇപ്പൊ നോക്കി. എന്നിട്ട് ഈ ആദ്യത്തേൽ ഇ ഡാഷ് കഴിഞ്ഞിട്ട് അപ്പുറത്തൊന്നും ഇല്ലാത്തോണ്ടല്ലേ നമ്മൾ ഫോളോ ഓഫ് ഇ എടുത്തത്. ഫോളോ ഓഫ് ഇ എടുത്തത് ആ മനസ്സിലായി. ഇപ്പൊ ഇതേ സമയത്ത് ഏതെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചോ, എന്തെങ്കിലും. ഇപ്പൊ ഫോളോ ഓഫ് ടി ആ കണ്ടുപിടിക്കുന്നത്. ടീന്റെ ഇപ്പുറത്ത് ഇ ഡാഷ് കിടപ്പുണ്ട്. ഇ ഡാഷ് കിടപ്പുണ്ട്. അപ്പൊ ഇ ഡാഷിന്റെ ഫസ്റ്റ് നോക്കും. ഫസ്റ്റിനകത്ത് എപ്സിലോൺ ഉണ്ടെങ്കിലാണ് നമ്മൾ ഇപ്പുറത്തെ ഫോളോ ഓഫ് ഇത് കണ്ടുപിടിക്കുന്നത്. ഈ ഫസ്റ്റ് കിടപ്പില്ലെങ്കിൽ ഫസ്റ്റിന്റെ അകത്ത് എന്തൊക്കെ കിടക്കുന്നത്? പ്ലസ് അല്ലേ കിടക്കുന്നത്? പ്ലസും എപ്സിലോൺ. അപ്പൊ എപ്സിലോൺ ഉള്ളതുകൊണ്ടാണ് ഫോളോ ഓഫ് ഇ കണ്ടുപിടിക്കണം. അങ്ങനെ ചെയ്ത് ചെയ്താൽ മതി. നീ അവിടെ പൊക്കെ ഒന്നുകൂടെ മെല്ലെ പൊക്കെ. ഇപ്പൊ ആ ഫോളോ ഓഫ് ഇ കണ്ടുപിടിക്കണോന്ന് പറഞ്ഞില്ലേ, ഇനി നീ അതിന്റെ ഫോളോ ഓഫ് ഇ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു. ഒരു മിനിറ്റ്. ഫോളോ ഓഫ് ഇ നീ അതിന്റെ അകത്തുനിന്ന് ഫോളോ ഓഫ് ഇ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. എടാ ഇ എവിടെയൊക്കെയാ ഉള്ളതെന്ന് നോക്കിയാ നീ. ആ എഫില് മാത്രല്ലേ ഉള്ളു? ഇല്ല, ആദ്യത്തേതിലുണ്ട്. ആദ്യത്തെ ഇ ഡാഷ് അല്ലേ? ആദ്യത്തെ ഇ ടെൻസ് ടു ടി. അത് ഈ നോക്കരുത്, ആ ആരോന്റെ റൈറ്റ് സൈഡിലേ നോക്കാവുള്ളൂ. ആര് പറഞ്ഞു? പോടാ, മൊത്തം നോക്കണം. എടാ ഈ ആരോന്റെ റൈറ്റ് സൈഡിൽ ഉണ്ടോന്നല്ലേ നോക്കാൻ പറ്റത്തുള്ളൂ. ഈ ആരോ ഇതിന്റെ റൈറ്റ് സൈഡിൽ എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങനെയാണോ നോക്കണ്ടത്? ഓക്കെ. അതെവിടൊക്കെയാ ഉള്ളത്? നമുക്കത് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്നാ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതിപ്പം ഫോളോ ഓഫ് എസ് നോക്കിക്കേ. ഞാൻ ക്വസ്റ്റ്യൻ എടുക്കട്ടെ. ഫോളോ ഓഫ് എസ്. ഡോളർ മാത്രമേ ഫോളോ ഓഫ് എസ്. ഡോളറിനകത്ത് എസ് എവിടെയെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് ഇല്ല. അപ്പം ഡോളർ മാത്രം. ഇനി അടുത്ത എ നോക്കിക്കേ. ഫോളോ ഓഫ് എ. അപ്പം എന്റെ ഇപ്പുറത്ത് കിടക്കുന്ന എന്തുവാ? ബി. ഫോളോ ഓഫ് ബി എടുക്കും. ഡോളർ മാത്രം. ഫോളോ ഓഫ് എ എന്തുവാ? ഫോളോ ഓഫ് എ എവിടൊക്കെയാ വരുന്നത്? ആദ്യത്തതി വരുന്നുണ്ട്. ആദ്യത്തതി മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ റൈറ്റ് സൈഡ്, അതിന്റെ തൊട്ട് റൈറ്റ് സൈഡ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ബി. അതൊരു നോൺ ടെർമിനല. അപ്പൊ ഫസ്റ്റ് ഓഫ് ബി കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഓഫ് ബി എന്ന് പറയുന്നത് ഡി അല്ലേ? ഡി. അപ്പം ഡി അങ്ങോട്ട് എഴുതിയെടുത്താൽ മതി. എപ്സിലോൺ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പുറത്തെ ഫോളോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇനി അടുത്ത ഫോളോ ഓഫ് എ ഡാഷ്. എടാ ഇപ്പൊ അവിടെ എപ്സിലോണും കൂടെ ഉണ്ടായിരുന്ന ഡിയും പിന്നെ അതിന്റെ ഫോളോയും കൂടെ എടുക്കണം. ഇപ്പൊ എപ്സിലോൺ ഉണ്ടായിരുന്നെങ്കിൽ എസിന്റെ ഫോളോയും കൂടെ എടുക്കണം. ഡിയും എഫും. ഓക്കെ. ശരി. അടുത്ത സജ്ജു പറയട്ടെ. ഫോളോ ഓഫ് എ ഡാഷ്. ഫോളോ ഓഫ് എ എന്തുവാ? ഡി. ഫോളോ ഓഫ് എ ഡാഷ് എന്ന് പറയുന്നത് ഇതിലൊന്നും ഇല്ലല്ലോ. എയിലുണ്ട്. ഇതിലൊന്നും ഇല്ലെങ്കിൽ നേരെ അതിന്റെ മേലത്തെ ഇത് വരുന്ന എടുക്കണോ? ആദ്യത്തെ എടുക്കാം. ശരിയാ. ഫോളോ ഓഫ് ബി പറഞ്ഞു സച്ചു. ഫോളോ ഓഫ് ബി പറഞ്ഞു. ഫോളോ ഓഫ് ബി ഇല്ലല്ലോ. ആര് പറഞ്ഞു? ബി എവിടെ ഇരിക്കുന്നത്? എവിടെ? 2 3 പൊട്ടാതെ. എടാ ഡി അല്ലേ നോക്കണ്ടേ? ഫോളോ ഓഫ് ബി. ബി കണ്ട? ഈ എടു. ഫോളോ ഓഫ് എത്ര? കൺസ്ട്രക്ഷൻ. ഇതാണ് ഇന്ന് പഠിപ്പിച്ചേ. ഇത് ഇന്ന് പഠിപ്പിച്ചേ.
നമ്മൾ ഫോളോയും ഫസ്റ്റും കണ്ടുപിടിച്ചല്ലോ ഓരോന്നിന്റെ. ആ ഇതെല്ലാം തോന്നി ഇന്ന് കണ്ടുപിടിച്ചു, ഇന്ന് പഠിപ്പിച്ച. ഇതിപ്പോ ഇതിങ്ങനെ നോക്കി, ഈ ഇത്രയും നമ്മൾ ചെയ്ത് ഈ സാധനത്തിനകത്തുനിന്ന് ഈ സൈഡിൽ നോൺ ടെർമിനൽസ് മൊത്തം എഴുതണം, ഈ സൈഡിൽ ടെർമിനൽസ് മൊത്തം എഴുതണം. എന്നിട്ട് ആദ്യത്തെ പ്രൊഡക്ഷൻ എടുക്കണം. നമ്മൾ ആ വരച്ച വെച്ചിട്ടാണോ ഇത് ചെയ്യുന്നത്, അതോ ഇത് അടുത്ത ക്വസ്റ്റ്യൻ ആണോ? അല്ല, ഇതൊരു പുതിയ ക്വസ്റ്റ്യൻ ആക്കി എടുക്കും ഇപ്പൊ. ഓക്കെ. എന്നിട്ട് നോൺ ടെർമിനൽസ് ഇവിടെ എഴുതി, ടെർമിനൽസ് ഇവിടെ എഴുതി. എന്നിട്ട് ആദ്യത്തെ പ്രൊഡക്ഷൻ എടുക്കണം, ഈ ഇംപ്ലൈസ് ടി ഇ ഡാഷ്. ഇതിനകത്ത് ഈ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ടി കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഓഫ് ടി ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് കിടക്കുന്ന സാധനം. എടാ നിന്ന് ടെർമിനൽസ് ഇപ്പൊ ഇവിടെ എഴുതി, നോൺ ടെർമിനൽസ് ഇവിടെ എഴുതി, അത് കഴിഞ്ഞിട്ട് എന്തോ അത് കഴിഞ്ഞിട്ട് ഈ ആദ്യത്തെ പ്രൊഡക്ഷൻ കണ്ട, ആദ്യത്തെ പ്രൊഡക്ഷൻ എടുത്ത്, ആദ്യത്തെ പ്രൊഡക്ഷൻ എടുത്തിട്ട് അതിനകത്ത് ഫസ്റ്റ് ഓഫ് ടി ഇ, ഫസ്റ്റ് ഓഫ് ഇ എന്ന് പറയുന്നത് എന്തുവാ? ഫസ്റ്റ് ഓഫ് ഇ എന്ന് പറയുന്നത് ടി. ടിയോ? ടി എന്തുവാ? നോൺ ടെർമിനൽ അല്ലേ? അപ്പൊ അതിന്റെ ഫസ്റ്റ് കണ്ടുപിടിക്കട്ടെ. അതിന്റെ ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ടി. അപ്പൊ ഈ ഫസ്റ്റ് ഓഫ് ടി എന്ന് പറയുന്നത് എങ്ങനെയാ? ഫസ്റ്റ് ഓഫ് എഫ്. എഫ് എന്ന് പറയുന്നത് ബ്രാക്കറ്റും ഐഡി. അപ്പം ഇതിനകത്ത് ഈ ബ്രാക്കറ്റും ഐഡിയുടെ അവിടെ ഈ പ്രൊഡക്ഷൻ കൊണ്ട് എഴുതാം. അതുപോലെ ഫസ്റ്റ് ഓഫ് ഇ ഡാഷ് അങ്ങനെ കണ്ടുപിടിച്ച് ആ പ്രൊഡക്ഷൻ്റെ അവിടെ അങ്ങ് എഴുതിയാൽ മതി. എടാ നിക്ക്, നീ ഒന്ന് മുകളിലോട്ട് പോയി ഒരു മിനിറ്റ്. അവിടെ ഇല്ലേ ഈ ഏറ്റവും അറ്റത്ത് ഈ ഡോളർ എഴുതണം. ഡോളർ എഴുതണം. ഡോളറിന്റെ അവിടെ അപ്പൊ എങ്ങനെ വാല്യൂ വരുന്നു? എടാ ഫസ്റ്റ് ഓഫ് ഇ എന്ന് പറയുമ്പോഴത്തേക്കും അതൊന്നും കാണുന്നില്ല, മുകളിലോട്ട് പോയോ? ഫോളോയും മതി. എടാ ഒന്ന് മുകളിലോട്ട് പോയടാ. ഇനി ഡോളർ വരുമ്പോ എങ്ങനെ ഇടുന്നു? എപ്സിലോൺ വരുമ്പോഴത്തേക്കും. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എടാ ഈ നമ്മളിപ്പോ ഫസ്റ്റ് ഓഫ് എഫ് കണ്ടുപിടിച്ചിട്ട് ഓപ്പൺ ബ്രാക്കറ്റും ഐഡിയും കിട്ടിയില്ലേ, എന്നിട്ട് അതെടുത്തിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് ഇതിനകത്ത് ഈ എഫ് ബ്രാക്കറ്റ് കണ്ടോ? എഫിനകത്ത് അല്ല ശരി, ഈ ഓപ്പൺ ബ്രാക്കറ്റ് കണ്ടോ? അല്ല, ഈ ഓപ്പൺ ബ്രാക്കറ്റ് അതിന്റെ താഴത്തായിട്ട് പ്രൊഡക്ഷൻ കൊണ്ട് എഴുതണം. ഐഡി കണ്ടോ? ഇതാണ് അപ്പൊ ഇന്ന് പഠിപ്പിച്ചത്. ഈ രണ്ടാമത്തെ ഒന്ന് പറഞ്ഞാടാ. അത് പറയാം. ഈ സാധനത്തിന് വേണ്ടിയാണ് ഫസ്റ്റും ഫോളോയും നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി അടുത്ത പ്രൊഡക്ഷൻ ഇ ഡാഷ് ഇംപ്ലൈസ് പ്ലസ് ടി ഇ ഡാഷും ബ്രാക്കറ്റ് ഇ അല്ല എപ്സിലോൺ. അപ്പൊ നമ്മൾ ആദ്യം ഈ പ്രൊഡക്ഷൻ എടുക്കും, പ്ലസ് ടി ഇ ഡാഷ്, ഈ ഇംപ്ലൈസ് പ്ലസ് ടി ഇ ഡാഷ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഇത് എന്ത് കിടക്കുന്ന പ്ലസ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്ലസ് തന്നെ. അപ്പൊ പ്ലസിന്റെ താഴത്തെ അതേ പ്രൊഡക്ഷൻ കൊണ്ട് രണ്ടാമത്തത് ഒന്നുകൂടെ പറയണം. ഇപ്പം ആദ്യം ഇതിനകത്ത് രണ്ട് പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പൊ ആദ്യത്തെ ഇതിന്റെ ഇത് ഇത്ര നമ്മൾ എടുക്കും, ഇ ഡാഷ് ഇംപ്ലൈസ് പ്ലസ് ടി ഇ ഡാഷ് എടുത്ത്. എന്നിട്ട് ഇവിടെ കിടക്കുന്ന ഇതിന്റെ ഫസ്റ്റ് കണ്ടുപിടിക്കണം, ഫസ്റ്റ് വരുന്നതിന്റെ. അപ്പൊ ഇവിടെ പ്ലസ് ആ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് പ്ലസ് എന്ന് പറയുന്നത് എന്തുവാ? ഫസ്റ്റ് ഓഫ് പ്ലസ് എന്ന് പറയുന്ന പ്ലസ് തന്നെ, നോൺ ടെർമിനൽ അല്ലേ? ടെർമിനൽ താഴത്ത് ടെർമിനൽ. അതുകൊണ്ട് പ്ലസിന്റെ താഴത്ത് ആ പ്രൊഡക്ഷൻ തന്നെ കൊണ്ടെഴുതി. പ്ലസിന്റെ താഴത്ത് ആ പ്രൊഡക്ഷൻ തന്നെ കൊണ്ടെഴുതി. ഓക്കെ. ഇനി അടുത്ത ഇ ഡാഷ് ഇംപ്ലൈസ് എപ്സിലോൺ എന്നും പറഞ്ഞുണ്ട്. ഈ എപ്സിലോൺ വരുമ്പോഴത്തേക്കും ഈ എപ്സിലോണിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇത് കണ്ടുപിടിച്ചത് ഫോളോ ഓഫ് ഇ ഡാഷ്. എപ്സിലോൺ വരും. എപ്സിലോൺ വരുമ്പോഴത്തേക്ക് ഫോളോ ഓഫ് ഇ ഡാഷ്. ഓക്കെ. അപ്പൊ ഫോളോ ഓഫ് ഇ ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ട് എപ്സിലോൺ പ്ലസും ഫോളോ ഓഫ് ഇയും. ഫോളോ ഓഫ് ഇ ഡാഷ് ഡോളറും ഇതുവാ. അതെങ്ങനെയാടാ? എടാ ഫോളോ ഫസ്റ്റ് അല്ല, ഫോളോ ഓഫ് ഇ ഡാഷ്. മറ്റേതിലൊക്കെ നമ്മൾ പ്ലസ് ആ കണ്ടുപിടിച്ചത്. ഇത് ഈ എപ്സിലോൺ വന്നപ്പോ ഇവിടെ ഫോളോയാ കണ്ടുപിടിച്ചത്.
ഫോളോ ആണ് നമ്മൾ മറ്റേ രീതിയിൽ കണ്ടുപിടിച്ചത്. ആ ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ അതുണ്ടോ, അതിന്റെ തൊട്ടപ്പുറത്ത് ടെർമിനലാണെങ്കിൽ ഫോളോ കണ്ടുപിടിച്ച്. ഇത് ഓർമ്മയില്ലേ? ഓ, ആദ്യം ഒരു സ്റ്റാക്ക് സിമ്പിൾ ഡോളർ കാണും, അതൊക്കെ ഇട്ട് അതിന്റെ റൈറ്റ് സൈഡിലുള്ള സാധനങ്ങൾ എടുത്ത് എഴുതണം അല്ല. അപ്പൊ ഇത് വെച്ച് ഇത് നമ്മൾ കണ്ടുപിടിച്ച്. ഇതിനകത്തുനിന്ന് ഫോളോ ഓഫ് ഇ ഡാഷ് നമുക്ക് അറിയാം, ഡോളറും ഓപ്പണിംഗ് ബ്രാക്കറ്റും. എടാ ഓപ്പണിംഗ് ബ്രാക്കറ്റ് എങ്ങനെ വന്നു? എടാ അത് ഫോളോ ഓഫ് ഇ. നീ മറന്നുപോയോ? ഇതാ വന്നത്. എടാ ഈ ഞാൻ പറയാം, ഫോളോ ഓഫ് ഇ എന്ന് പറയുമ്പോ ഈ റൈറ്റ് സൈഡിൽ ഇ എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കും. അപ്പൊ ഇ ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ഈ നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് ഡോളർ അതിന്റെ തൊട്ട് റൈറ്റ് സൈഡിലെ സാധനം. മനസ്സിലായി മനസ്സിലായി. ഡോളർ. ഇനി അടുത്ത ഇ ഡാഷിന്റെ കണ്ടുപിടിച്ച്. അപ്പൊ നമ്മളുടെ ഇവിടെ എപ്സിലോൺ ആണ് വന്നിരിക്കുന്നത്. എപ്സിലോൺ വന്നുകൊണ്ട് ഈ പ്രൊഡക്ഷൻ തന്നെ ഫോളോ, ഇ ഡാഷിന്റെ ഫോളോ. ഇ ഡാഷിന്റെ ഫോളോ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഫോളോ ഓഫ് ഇ ഡാഷ് എന്ന് പറഞ്ഞാൽ ഡോളറും ക്ലോസ്ഡ് ബ്രാക്കറ്റ്. അപ്പം ഡോളറും ക്ലോസ്ഡ് ബ്രാക്കറ്റിന്റെ അവിടെ ആ പ്രൊഡക്ഷൻ കൊണ്ട് എഴുതും. സെറ്റ്. ഇനി അടുത്ത ടി ഇംപ്ലൈസ് എഫ് ടി ഡാഷ്. അപ്പൊ ഇതെന്തുവാ? ഇതെങ്ങനെയാണ് ഫോളോ എഫ് എഫ് അല്ല ഫസ്റ്റ് ഓഫ് എഫ്. ഫസ്റ്റ് ഓഫ് എഫ് എന്തുവാ? മറ്റേ ഓപ്പണിംഗ് ബ്രാക്കറ്റ്. ഓപ്പണിംഗ് ബ്രാക്കറ്റ് മാത്രമേ ഉള്ളൂ. ഐഡി. എടാ ഫോളോ ഓഫ് എഫ് അല്ലേ എടുക്കണേ? എടാ അല്ലല്ലേ, എപ്സിലോൺ വരുവാണെങ്കിൽ മാത്രമേ ഇവിടെ ഫോളോ എടുക്കാവൂ. ശരിയാ. അപ്പൊ ഫസ്റ്റ് ഓഫ് എഫ് എന്തൊക്കെയാ? ഈ ബ്രാക്കറ്റും ഐഡി. ഓക്കേ. അപ്പൊ നമ്മള് ടീന്റെ ആ ഐഡിയുടെയും ബ്രാക്കറ്റിന്റെ അവിടെ കൊണ്ട് ആ പ്രൊഡക്ഷൻ എഴുതി വെച്ചു. ഓക്കേ. ഇനി അടുത്ത ടി ഡാഷ് എങ്ങനെ? ടി ഡാഷ് സ്റ്റാറും എപ്സിലോൺ വന്നു. അപ്പോൾ ഫോളോ ഓഫ് ടി ഡാഷ് എന്ന് പറയുന്ന ഫോളോ ഓഫ് ടി എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? ഞാൻ തിരിച്ചു പോയി കണ്ടുപിടിക്കുന്നുണ്ട്. ഫോളോ ഓഫ് ടി എന്ത് വരും? ഫോളോ ഓഫ് ടി എന്ത് ചെയ്യണം? ഫോളോ ഓഫ് ടി ഡാഷ് കണ്ടുപിടിച്ചാലും മതി. അതെങ്ങനെ? രണ്ട് സെയിം അല്ലേടാ? രണ്ട് സെയിം. നമ്മളുടെ ഇതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഡോളറും ക്ലോസ്ഡ് ബ്രാക്കറ്റ്. അപ്പം പ്ലസിന്റെ അവിടെയും ഡോളറിന്റെ അവിടെയും ക്ലോസ്ഡ് ബ്രാക്കറ്റിന്റെ അവിടെയും ആ പ്രൊഡക്ഷൻ കൊണ്ട് എഴുതി. ടി ഡാഷ് ഇംപ്ലൈസ് എപ്സിലോൺ. എഫ് വന്നപ്പം അതിന്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റും ഐഡിയും മാത്രം. അപ്പൊ അതിന്റെ അവിടെ കൊണ്ടുവന്ന് പ്രൊഡക്ഷൻ എഴുതി. അപ്പൊ ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഫസ്റ്റ് കണ്ടുപിടിച്ചതും ആ ഫസ്റ്റ് യൂസ് ചെയ്ത് ഫോളോ കണ്ടുപിടിച്ചതും. എന്നിട്ട് ഇത് വരയ്ക്കും. മനസ്സിലായോ? ഇതിപ്പോ ഇങ്ങനെ ബാക്കി അതാണ് അതേപോലെ തന്നെ സംഭവങ്ങള്. നീ പ്രോബ്ലം കൂടെ പറഞ്ഞേ. ഏതാ ഇതോ? ഇത് നമ്മൾ കണ്ടുപിടിച്ചില്ല. സിംപ്ലൈസ് ABC ഇത് ആദ്യം എടുത്തു. ഇപ്പൊ എസ് എടുക്കുമ്പോ ഫസ്റ്റ് ഓഫ് എയിൽ കൊണ്ടല്ലേ എഴുതുന്നു? എഴുതിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എ എടുക്കുമ്പോ ബിയിൽ എഴുതും. ബി എഴുതി. എ ഡാഷ് വന്നപ്പോ ബി ഉണ്ട്. ബിന്റെ അവിടെ എ ഡാഷ് എടുക്കുമ്പോഴത്തേക്ക് എന്തിലൊക്കെ എഴുതുന്നത്? എ ഡാഷ് വന്നപ്പോ ബി എഴുതി. ഇനി അടുത്തൊരു എപ്സിലോൺ ഉണ്ട്. ഫോളോ എടുക്കും. എ ഡാഷ് വരും. എ ഡാഷ് നേരത്തെ കണ്ടുപിടിച്ച. അപ്പൊ അതിനകത്ത് നമുക്ക് ഡിയും അപ്പൊ അവിടെ എഴുതി സംഭവം. ഫോളോ ഓഫ് എ ഡാഷ്. ഫോളോ ഓഫ് എ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി അല്ല, ക്യാപിറ്റൽ ബി അല്ല. ഈ ഒരു സംഭവം പഠിപ്പിച്ചപ്പോ ഞാനില്ലായിരുന്നു. ഫസ്റ്റ് ഓഫ് ബി ഇന്ന് പഠിപ്പിച്ചത് വേറെ. ഇപ്പൊ നോൺ ടെർമിനൽ ആണെന്ന് വിചാരിച്ചു. ഇപ്പൊ ഫോളോ ഓഫ് നോൺ ടെർമിനൽ ബി എന്ന് വന്ന് അപ്പൊ എന്തുവാ? ഫസ്റ്റ് ഓഫ് ബി ആണോ കണ്ടുപിടിക്കണ്ടേ? ഇതുവരെ മനസ്സിലായില്ല. എടാ നീ അതിലേ നമ്മുടെ ഫോളോ ഓഫ് എ ഡാഷ് കിടക്കുന്നുണ്ടോ? ഫോളോ ഓഫ് എ ഡാഷ്. ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഫോളോ ഓഫ് എ ഡാഷ് എന്ന് പറയുന്നത് ഫോളോ ഓഫ് എ. എടാ തേടാ അതിന്റെ അടിയിൽ മൂന്നാമത്തത്. മൂന്നാമത്തെ നീ അവിടെ വെച്ചേക്കുന്ന പേജിലെ മൂന്നാമത്തെ നോക്ക്. ഫോളോ ഓഫ് എ ഡാഷ് എന്ന് പറയുന്നത് ഫോളോ ഓഫ് എ.
ഫോളോ ഓഫ് എ എന്ന് പറയുന്നത് ബി അല്ലേ? ആ ബി എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരുന്നത്? ഫോളോ ഓഫ് എ എന്ന് പറയുന്നത് ഫോളോ ഓഫ് ബി, ഫസ്റ്റ് ഓഫ് ബി. ഫസ്റ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഡി അല്ലേ? ഡി. അതിന്റെ മേലിൽ എന്തോ അവര് കുഞ്ഞായിട്ട് ഫസ്റ്റ് ഓഫ് ഇ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നു. അത് നേരത്തെ എപ്സിലോണ്ട് എന്തോ തോന്നുന്നത് അല്ല, ഇതിലെ അത് വേറെ എന്തോ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയതാ. എന്നിട്ട് ഇന്ന് പഠിപ്പിച്ചത് വേറെ. എടാ ഇപ്പുറത്തെ സൈഡിൽ എന്തുവാടാ ഒരു 3 കോളം വരച്ചിട്ട് ഇങ്ങനെ തുരുതുര എഴുതി വെച്ചേക്കുന്നു? ഇതാണോ ഒരു നീള? അത് തന്നെ. എടാ അതാ എനിക്ക് മനസ്സിലായി, അത് ഞാൻ ഇല്ലായിരുന്നടാ ഇന്നലത്തെ ക്ലാസ്സിൽ. ഓക്കെ. ഇന്ന് പഠിപ്പിച്ചത് പറ. എൻ്റെ ഈ നോട്ടും ഇല്ല, അതും കൂടെ കാണിച്ചത്. നീ ഒരു PDF ഉണ്ടാക്കിയിട്ട് അതെടുക്കും. ഇല്ല അത് വേണം, ഞാൻ പറഞ്ഞുതരാം. എടാ മറ്റേ പ്രൊഡക്ഷൻ എഴുത്. ഇ ഇംപ്ലൈസ് ഇ പ്ലസ് ഇ ബാർ ഇ സ്റ്റാർ ഇ ബാർ ഐ ഡി. എന്നിട്ട് നമ്മുടെ ഒരു സ്ട്രിങ് ഉണ്ട് ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി. എടാ കാണിക്കടാ. അല്ല നീ എഴുത്. പറ ഏതാടാ ഇതെന്താ എഴുതിയോ? എടാ പ്രൊഡക്ഷൻ ഇല്ലേ, ഇ പ്ലസ് ഇ പ്രൊഡ്യൂസേഴ്സ് ഇ പ്ലസ് ഇ ബാർ ഇ സ്റ്റാർ ഇ ബാർ ഐ ഡി. നമ്മൾ മറ്റേ ലെഫ്റ്റ് മോസ്റ്റ് ചെയ്തതിന്റെ ആ പ്രൊഡക്ഷൻ നോക്കട്ടെ. നീ എഴുതിയോ സജ്ജു? എടാ ഇ ഇംപ്ലൈസ് ടി ഇ ഡാഷ് ആണ്. കാണോ? ഞാൻ പക്ഷെ തലതിരിച്ചാ കാണുന്നത്. നീ ഒന്ന് ചരിച്ചു പിടിക്കുക. എടാ അങ്ങനല്ല, നേരെ പിടിയടാ. ഓക്കെ സെറ്റ്. രണ്ടും സെയിം അക്കൗണ്ട് വെച്ചാണ് എഴുതിയത്. അത് കൊള്ളായിരുന്നു. എടാ ഇത് ഹോംവർക്ക് ഇത് ഹോംവർക്ക് വല്ലതും തന്നെയാണോ അവിടെ? ഇതെന്തോ ഏറ്റവും അവസാനം ഒരു ക്വസ്റ്റ്യൻ മാത്രമായിട്ട് കിടക്കുന്നു. ഏത്? എനിക്കിവിടെ ഏറ്റവും അവസാനമായിട്ടൊരു ക്വസ്റ്റ്യൻ മാത്രമായിട്ട് കിടക്കുന്നുണ്ട്. W = ID + ID സ്റ്റാർ ID. അത്ര എഴുതിയില്ല. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതുപോലെ വരയ്ക്കും. ഇതുപോലെ ഇപ്പൊ ഒന്നും കാണുന്നില്ലല്ലോ. ഇത് കണ്ടോ? ഇതുപോലെ വരയ്ക്കും. കാണുന്നില്ലടോ. പ്രസന്റേഷൻ എടുക്കും. പ്രസന്റേഷൻ എടുത്തേക്കുന്നു. പ്രസന്റേഷൻ എന്റെ 2-3 അക്കൗണ്ട് ഉണ്ട് ഇതിനകത്ത്. ഇപ്പൊ ഇതിനകത്ത് 3 അക്കൗണ്ട് ഉണ്ട്. ഇതിനകത്ത് ഏതിന്നാ നീ ഇപ്പൊ പറയുന്നത്? എടാ പ്രസന്റേഷൻ ഞാൻ എടുത്ത് വെച്ചേക്കുന്നു. ഇതിന്റെ ഒന്നും കാണുന്നില്ല. എടാ പ്രസന്റേഷൻ. എടാ PDF PDF എനിക്ക് കാണാനില്ല. എടാ മാധവസ് നായർ പ്രസന്റിംഗ് എന്നും പറഞ്ഞുണ്ട്. എടാ അതാ ഞാൻ വെച്ചേക്കുന്നു. എനിക്ക് പക്ഷെ ബ്ലാക്ക് സ്ക്രീൻ. എനിക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് വരാം. എടാ നീല PDF എടുത്താ പോലെ. അത് ശരി, അവൻ പോയി. പക്ഷെ സ്റ്റാക്ക് ഇൻപുട്ട് അപ്പുറത്ത് എന്തോ ഒരു കോളം ഉണ്ട്. സ്റ്റാക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട്. അപ്പൊ ഇത് ഇപ്പൊ നമ്മുടെ ഉണ്ടായിരിക്കുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ID + ID സ്റ്റാർ ID എന്നാ. അപ്പൊ നമ്മള് സ്റ്റാക്ക് എപ്പോഴും ഡോളർ വെച്ചാ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഡോളർ എഴുതണം. ഡോളർ ഇട്ട് വെച്ചിട്ടുണ്ട് സ്റ്റാക്കിൽ ഡോളർ മാത്രം എഴുതി. ഇപ്പം ആദ്യത്തെ ഇത് കണ്ടോ? ഇതുപോലെ ഡോളർ മാത്രം എഴുതി ഇവിടെ ഇപ്പം. എന്നിട്ട് ഈ സാധനം അതേപോലെ തന്നെ എഴുതി. ID + ID സ്റ്റാർ ID സ്റ്റാർ ID + ID സ്റ്റാർ ID. ഒരു ഡോളർ സിംബൽ. അവിടെയും ഡോളർ സിംബൽ ആണ്. അവിടെയും ഡോളർ സിംബൽ ആണ്. അടേ ഇത് മൊഡ്യൂൾ 3-ലാണ് ഈ പറയുന്നത്. മൊഡ്യൂൾ 3. ഓക്കെ. ഇന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയത്.
ഇന്നാടി ഇപ്പൊ ഞാൻ പറയുന്ന ബോട്ടം അപ്പ് ഡിസൈനിങ്ങിന്റെ ഇത് ടോപ്പ് ടു ബോട്ടമാ. ഞാൻ ഇപ്പൊ പറയുന്ന ബോട്ടം അപ്പ്. ആ അപ്പൊ നമ്മുടെ റൈറ്റ് സൈഡിലെ ഈ സംഭവം കണ്ടോ, ഇവിടെ ആയിട്ട് ഷിഫ്റ്റ് ഐ ഡി എന്ന് എഴുതണം. ഷിഫ്റ്റ് ഐ ഡി. ഷിഫ്റ്റ് ഐ ഡി. ഷിഫ്റ്റ് ഐ ഡി. ഷിഫ്റ്റ് ഐ ഡി. ആ ഈ ഷിഫ്റ്റ് ഐ ഡി എന്ന് പറയുമ്പോഴത്തേക്കും ഈ സൈഡിലത്തെ ഇവിടുന്ന് തുടങ്ങുന്നത് ഈ ഐ ഡി കണ്ടോ, ഇത് സ്റ്റാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഡോളർ കഴിഞ്ഞിട്ട് ഐ ഡി വരുമോ? ഡോളർ കഴിഞ്ഞ ഐ ഡി ഇടും. ഇൻപുട്ടിൽ പ്ലസ് ഐ ഡി, സ്റ്റാർ ഐ ഡി, ഡോളർ. പ്ലസ് ഐ ഡി, സ്റ്റാർ ഐ ഡി, ഡോളറോ? ഒരു ഡോളർ അവസാനം. ഡോളർ അവസാനം. അപ്പൊ ഇത് നമ്മൾ ഇതിനകത്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പ്രൊഡക്ഷനെ ഓരോന്നോരോന്നിട്ട് സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്ത് നമുക്ക് അവസാനം ഇ കിട്ടും. ഈ കിട്ടും. അപ്പൊ നമ്മൾ ഐ ഡി കഴിഞ്ഞിട്ട് എന്തുവാ എഴുതണ്ട? ഷിഫ്റ്റ് പ്ലസോ എന്തുവാ? ഇപ്പൊ എടാ ഈ രണ്ടാമത്തെ എഴുതിയില്ലേ, രണ്ടാമത്തെ എഴുതി കഴിഞ്ഞിട്ട് ഔട്ട്പുട്ടിന്റെ അവിടെ എന്തുവാ വരുന്നത്? അതിപ്പോ പറഞ്ഞ അവിടെ ഇപ്പം നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ നമുക്ക് വേണേ പ്ലസിനെ ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഐ ഡിനെ റീപ്ലേസ് ചെയ്യാം. കാരണം ഈ ഇംപ്ലൈസ് ഐ ഡി എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ ഇല്ലേ, ഈ ഡിറൈവ്സ് ഐ ഡി. അപ്പൊ ഈ ലെഫ്റ്റ് റൈറ്റ് ഇതെന്താന്ന് വെച്ചാൽ ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന സംഭവങ്ങൾ കണ്ടോ, അത് എന്തെങ്കിലും ഇവിടെ ഉണ്ടോന്ന് സ്റ്റാക്കില്. സൗണ്ട് കേട്ടാ ഇവിടെ ഇതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഈ പ്രൊഡക്ഷൻസിന്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന സാധനങ്ങൾ കണ്ടോ, ഈ പ്ലസ്, ഈ സ്റ്റാർ, ഈ ഐ ഡി. ഈ സാധനങ്ങൾ എന്തെങ്കിലും സ്റ്റാക്കിൽ ഉണ്ടോ എന്ന് നോക്കൂ. ഇപ്പം ഐ ഡി ഉണ്ടല്ലോ. ഐ ഡി ഉണ്ട്. നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ ഒന്നില് നമുക്ക് ആ പ്രൊഡക്ഷനെ വെച്ച് റീപ്ലേസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ ഇൻപുട്ടിൽ കിടക്കുന്ന സാധനം പിന്നെയും സ്റ്റാക്കിലോട്ട് ഇടാം. ഇപ്പൊ ഐ ഡി കിടപ്പുണ്ട്. ഇപ്പൊ ഐ ഡി ഉള്ളതുകൊണ്ട് ഞാൻ ഐ ഡിനെ ഈ വെച്ച് റെഡ്യൂസ് ചെയ്യും. അപ്പൊ റെഡ്യൂസ് ഈ ആ പ്രൊഡക്ഷൻ എഴുതി റെഡ്യൂസ് ഈ ഡിറൈവ്സ് ഐ ഡിന്ന് ഔട്ട്പുട്ട് ആവും. റെഡ്യൂസ് ഈ സാധനം ഐ ഡി. ഈ ആരോ ഐ ഡി ആണോ? ആരോ ഐ ഡി. അപ്പൊ ഇതെന്തോ ചെയ്യുന്ന വെച്ചാൽ അടുത്ത സ്റ്റെപ്പ് വരുമ്പോ സ്റ്റാക്കിനകത്ത് ഡോളർ കഴിഞ്ഞ ആ ഐ ഡിനെ ഇ ആക്കും. ഇ ആക്കി ഡോളർ ഇ അകത്ത് പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി ഡോളർ. ഇനി അടുത്ത എന്തുവാ നമുക്ക് ചെയ്യാൻ പറ്റുക? ഇനി നമുക്ക് ചെയ്യാൻ പറ്റും ഈ പ്ലസിനെ പുഷ് ചെയ്യാനായിട്ട് സ്റ്റാക്കിലോട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഷിഫ്റ്റ് പ്ലസ്. അടുത്ത സ്റ്റെപ്പിലോ? എടാ അപ്പൊ ഇൻപുട്ടിലും ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇൻപുട്ടിൽ എന്തോ വരുന്നു? മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഈ മാത്രം ഐ ഡിനെ ഈ വെച്ച് റീപ്ലേസ് ചെയ്യുന്ന പറഞ്ഞില്ലേ, അതാണ് ഇൻപുട്ടില്. മറ്റേ അതിന് മുമ്പത്തെ ഇൻപുട്ട് തന്നെ പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി ഡോളർ. അത് പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി ഡോളർ. ഇനി നമുക്ക് അടുത്ത എന്തോ ചെയ്യുന്ന വെച്ചാൽ ഈ പ്ലസിനെ ഷിഫ്റ്റ് പുഷ് ചെയ്യാം സ്റ്റാക്കിലോട്ട്. അതാണ് നമ്മൾ മറ്റേ ഔട്ട്പുട്ട് അവിടെ ഷിഫ്റ്റ് പ്ലസ് എന്നിടുന്ന. അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോൾ ഡോളർ ഇ പ്ലസ്, എന്നിട്ട് ഐ ഡി സ്റ്റാർ ഐ ഡി ഡോളർ. ഇനി അടുത്ത എന്തുവാ ചെയ്യാൻ പറ്റുക? നമ്മൾ പ്രൊഡക്ഷൻ വല്ലതും ഉണ്ടോ? ഇ പ്ലസ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ വല്ലതും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഐ ഡിനെ പിന്നെയും പുഷ് ചെയ്യും. ഷിഫ്റ്റ് പ്ലസ് അല്ലേ ഏത്? ഷിഫ്റ്റ് പ്ലസ് ചെയ്തില്ലേ? അത് കഴിഞ്ഞ് നമ്മൾ ഡോളർ ഇ പ്ലസ് എന്ന് എഴുതി. എന്നിട്ട് ഇൻപുട്ട് എന്തുവാ ഇപ്പൊ വന്നിരിക്കുന്നത്? ഐ ഡി സ്റ്റാർ ഐ ഡി ഡോളർ. ഇനി അടുത്തത് ഈ ഇ പ്ലസ് എന്ന് പറഞ്ഞ സാധനം ഇല്ല, അത് നമ്മുടെ പ്രൊഡക്ഷനിലുണ്ടോ? അങ്ങനെ വല്ലോ അങ്ങനത്തെ പ്രൊഡക്ഷൻ ഉണ്ടോ? ഇ പ്ലസ് ഇ പ്ലസ് ഇ എന്നല്ലേ ഉള്ളൂ, ഇ പ്ലസ് എന്ന് പറഞ്ഞില്ല. അപ്പൊ നമ്മള് ഈ ഒരു ഐ ഡിനെ ഷിഫ്റ്റ് ചെയ്യും സ്റ്റാക്കിലോട്ട്. അപ്പൊ ഷിഫ്റ്റ് ഐ ഡി എന്ന് കൊടുത്തിട്ട് ഡോളർ ഇ പ്ലസ് ഐ ഡി. അപ്പൊ
അപ്പം അപ്പുറത്ത് സ്റ്റാർ ഐ ഡി ഡോളർ, സ്റ്റാർ ഐ ഡി ഡോളർ. എന്നിട്ട് റെഡ്യൂസ് ഈ ഐ ഡി വരും. ഇപ്പൊ ഐ ഡി ഉണ്ട്, ഐ ഡിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം ഈ ആയിട്ട്. അപ്പൊ റെഡ്യൂസ് ഈ ഐ ഡി. അപ്പൊ ഡോളർ ഇ പ്ലസ് സി എന്ന് വന്നു. ഇനിയാണ് ഇ പ്ലസ് സി. ഇനി അടുത്ത ഇൻപുട്ടിൽ എന്തുവാ? സ്റ്റാർ ഐ ഡി ഡോളർ. അപ്പൊ നമ്മള് എന്ത് ചെയ്യും? ഇ പ്ലസ് സി മറ്റേ ആ ഇതിലുണ്ടല്ലോ, എക്സ്പ്രഷനിലുണ്ടല്ലോ. അപ്പൊ റെഡ്യൂസ് ചെയ്തോ, ഈ ആക്കിക്കോ. റെഡ്യൂസ് എന്ത് ചെയ്തണ്ട? ഈ ബാർ അല്ല, ഈ ആരോ ഇ പ്ലസ് എന്ന് എഴുതിയാ പോരെ? അങ്ങനെ. അപ്പൊ ഇതേക്ക് ഡോളർ ഇ എന്ന്. അപ്പം ഇൻപുട്ടിൽ എന്തൊക്കെയാ വന്നേ? സ്റ്റാർ ഐ ഡി ഡോളർ. അപ്പൊ അടുത്ത നമുക്ക് ഇനി എന്ത് ചെയ്യണം? സ്റ്റാർ പുഷ് ചെയ്യാം. അപ്പൊ ഷിഫ്റ്റ് സ്റ്റാർ ഡോളർ ഇ സ്റ്റാർ ഐ ഡി ഡോളർ. ഷിഫ്റ്റ് സ്റ്റാർ അല്ലേ ഇവിടുത്തെ? അപ്പൊ ഡോളർ ഇ സ്റ്റാർ അകത്ത് ഐ ഡി ഡോളർ. സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ ഡോളർ ഇ പ്ലസ് ഇ സ്റ്റാർ അല്ലേ വരുന്നത്? റെഡ്യൂസ് ചെയ്തല്ലോ മേലത്തെ ആ എക്സ്പ്രഷനിൽ കിടപ്പുണ്ട്. ഈ ഇംപ്ലൈസ് ഇ പ്ലസ് ഇ എന്ന് കിടപ്പുണ്ട്. അപ്പൊ ഇ പ്ലസ് ഇനെ ഒറ്റ ഇ ആക്കും. ഓക്കെ, കഴിഞ്ഞോ? ഇനി ഞാൻ ഈ ഡോളർ ഇ സ്റ്റാർ ഐ ഡി ഡോളർ വരെ എത്തി. അടുത്തത് ഐഡിനെ ഷിഫ്റ്റ് ചെയ്യാം. റെഡ്യൂസ് ചെയ്യണം. എന്തുവാ റെഡ്യൂസ് ചെയ്യണ്ടേ? അപ്പൊ അത് എഴുത്, റെഡ്യൂസ് ഐ ഡി. അപ്പൊ ഡോളർ ഇ സ്റ്റാർ പിന്നെ ഇൻപുട്ടിൽ ഒരു ഡോളറോടെ ഇല്ല, അത് ഷിഫ്റ്റ് ചെയ്യുമോ? അല്ല, അത് അവിടെ കിടക്കട്ടെ. അപ്പൊ പിന്നെ ഔട്ട്പുട്ടിൽ ഒന്നും എഴുതണ്ടേ? ഇല്ല, ഔട്ട്പുട്ടിൽ പിന്നെ റെഡ്യൂസ് ഈ ഇംപ്ലൈസ് ഇ സ്റ്റാർ ഇ വേണ്ടേ? എന്നിട്ട് അവസാനം ഇൻപുട്ടിൽ ഡോളർ ഇ കിട്ടും, മറ്റേടത്ത് ഡോളർ. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ടിൽ ഒന്നും വേണ്ട. അത് ഇനിയൊന്നും വേണ്ട, കാരണം നമ്മുടെ മൊത്തം കഴിഞ്ഞല്ലോ, ഈ കിട്ടിയല്ലോ. ഡോളർ ഈ അകത്ത് ഡോളർ. ഇനി എന്ത് ചെയ്യണ്ട? അത്രയും മതിയല്ലേ? എത്ര ഉള്ളു? ഓക്കെ, സെറ്റ്. ഇത്രയല്ലേ ഉള്ളൂ? ഇനി വല്ലതും ഉണ്ടോ? സീഡി സമാധാനമായി. ഇപ്പൊ സീഡി ഏകദേശം ഒക്കെ മനസ്സിലായി. മൊഡ്യൂൾ 2ഉം 3ഉം കഴിഞ്ഞില്ല. 3 തുടങ്ങിയതേ ഉള്ളൂ. അതന്നെ 3 ഇന്നത്തെ പഠിപ്പിച്ചെല്ലാം തീർന്നില്ലേ? ഇന്നത്തെ പഠിപ്പിച്ചേ ഇത്രയല്ലേ പഠിപ്പിച്ചുള്ളൂ 3 ഒക്കെ. നാളെ ഒന്ന് പഠിപ്പിക്കുക. നീയും പോയി ഒന്ന് പഠിച്ചിട്ടുണ്ട്. നാളെ ഒന്ന് പഠിപ്പിക്കും. ഓക്കെ, സെറ്റ്. എന്നിട്ട് നാളെ പഠിപ്പിക്കുന്നതും കൂടെ പഠിപ്പിക്കണം. ഓക്കെ, ശരി. എന്നാ ഈ വീഡിയോ ഇനി യൂട്യൂബിൽ കാണാം. കൊള്ളാട, നല്ല വീഡിയോ. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ പറഞ്ഞേക്കെ പൊട്ട. നീ ആരാ? നീ ഇവിടുത്തെ ആരാ? നീ സാറാണ് ഇവിടുത്തെ. ഞാൻ പറഞ്ഞ പൊട്ടത്തേക്ക് ഉണ്ണി പറഞ്ഞത് തമ്മിലൊക്കെ കിടക്കുന്ന ഉണ്ണിയുടെ തല. കവിളത്ത് ലവിച്ചിന്റെ പോയിട്ട് വരാം. ശരി എന്നാ.